നാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇന്നും ദൈവവചനം കേൾക്കുവാനായി കടന്നു വന്നവരെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ദൈവവചനത്തെയും ഉപദേശത്തെയും നന്നായി ഗ്രഹിച്ചിട്ടുള്ള നിങ്ങളോട് നിങ്ങൾ അറിഞ്ഞതിനേക്കാൾ ഉപരിയായി ഒന്ന് പഠിപ്പിക്കുക എന്ന ഉദ്ദേശ്യത്തോടുകൂടിയല്ല, മറിച്ച് കേട്ടിട്ടുള്ളതായ വചനങ്ങളും കർത്താവിനെക്കുറിച്ചുള്ളതായ സന്ദേശങ്ങളും നിവൃത്തിയാകുവാൻ എത്ര അടുത്തുപോയി എന്ന് ബോധ്യപ്പെടുത്തുവാനുള്ള ഒരു എളിയ ശ്രമമാണ് ഈ വേദപാഠ ക്ലാസ്സിലൂടെ ഉദ്ദേശിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ദിവസം ഇനി ഈ ലോകത്തെ ഭരിപ്പാൻ പോകുന്ന ത്രിമൂർത്തികളായ പിശാച്, എതിർ ക്രിസ്തു, മതനേതാവ് എന്നിവരിൽ പിശാച് എത്ര നന്നായി പ്ലാൻ ചെയ്ത് ഒരന്തിമ പോരാട്ടത്തിന് വേണ്ടി ഒരുങ്ങുന്നു എന്നുള്ള വസ്തുതയെ അല്പമായി ചിന്തിപ്പാനിടയായി. എന്നാൽ മറ്റ് രണ്ട് പേർ, എതിർ ക്രിസ്തുവും കൊമ്പുള്ള കുഞ്ഞാട് എന്ന അപരനാമമുള്ള മത നേതാവും ഈ ലോകത്തിലുള്ളവരുടെ അന്തിമ പ്രവർത്തനത്തിന് വേണ്ടി ഒരുങ്ങിയിരിക്കുന്നുവോ? ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരമാണ് ഇന്ന് കണ്ടെത്താൻ ശ്രമിക്കുന്നത്. അതിനായി മത്തായി സുവിശേഷം 24-ാം അധ്യായം 33 മുതൽ 35 വരെയുള്ളതായ വാക്യങ്ങൾ ആധാരമായി വായിച്ചു കേൾപ്പിക്കുന്നു. അങ്ങനെ നിങ്ങൾ ഇതൊക്കെയും കാണുമ്പോൾ അവൻ അടുക്കെ വാതിൽക്കൽ തന്നെ ആയിരിക്കുന്നു എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ഇതൊക്കെയും സംഭവിക്കുമ്പോഴും ഈ തലമുറ ഒഴിഞ്ഞു പോകുകയില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു. ആകാശവും ഭൂമിയും ഒഴിഞ്ഞു പോകും, എന്റെ വചനങ്ങളോ ഒഴിഞ്ഞു പോകുകയില്ല. സംഭവിപ്പാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് ഒരല്പമായി വിവരണം നൽകിയതിന് ശേഷമായി കർത്താവായ യേശു ക്രിസ്തു അതിനോടനുബന്ധമായി ഓർപ്പിക്കുകയാണ്, ഇവയൊക്കെയും സംഭവിക്കുമ്പോൾ അവൻ വാതിൽക്കലായി എന്ന് അറിഞ്ഞുകൊള്ളുവീൻ. ബൈബിൾ പ്രവചനങ്ങൾക്ക് അടിവരയിടുന്ന സംഭവങ്ങളാണ് ലോകമെമ്പാടും നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. ഒരു ഏകലോക ഗവൺമെൻറ് പ്രസക്തി എക്കാലത്തെക്കാളും ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലയളവാണ് ഇപ്പോൾ ഉള്ളത്. അതിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ജനങ്ങൾ ചിന്തിപ്പാൻ കാരണം മുഴു ലോകത്തിലുള്ളതായ സമ്പത്ത് ഒരു സമത്വത്തിലേക്ക് കൊണ്ടുവരിക എന്നതാണ്. ലോകത്തിൻ്റെ സ്ഥിതിയെ നോക്കിയാൽ ഇന്ന് സമത്വമായ നിലയിലല്ല കാണപ്പെടുന്നത്. ഒരു ഭാഗത്ത് കടവും ദാരിദ്ര്യവും കൊടികുത്തി വാഴുമ്പോൾ മറുഭാഗത്ത് ആഡംബരവും ധൂർത്തും നടമാടുകയാണ്. ഉദാഹരണമായി പറഞ്ഞാൽ നമ്മുടെ നാട്ടിൻ പ്രദേശങ്ങളിൽ അട്ടച്ചാക്കലെന്നോ ആങ്ങമൊഴിയെന്നോ മുണ്ടന്മാർ എന്നൊക്കെ പറയാം. അവിടേക്കുള്ള സാധാരണ മനുഷ്യരിൽ ചിലർ ഒരു 5 രൂപ ചായ കുടിക്കാൻ ഉണ്ടായിരുന്നെങ്കിലും ചിന്തിക്കുന്നവർ കണ്ടേക്കാം. അത് ഈ ലോകത്തിന് ഒരു ഭാഗത്ത്. മറുഭാഗത്ത് അടുത്ത ദിവസം പത്രത്തിൽ വന്നു, ബ്രൂണയിലെ സുൽത്താൻ മുടി വെട്ടിച്ചതിന് ചെലവായത് വെറും 12 ലക്ഷം രൂപ. ഇംഗ്ലണ്ടിൽ നിന്ന് ഒരു ബാർബറെ പ്രത്യേകമായി വിമാനത്തിൽ വരുത്തിയാണ് താൻ മുടി വെട്ടിക്കുന്നത്. ഈ പ്രാവശ്യം കൂടുതൽ ചെലവായി. പന്തിപ്പനിയൊക്കെ വ്യാപിച്ചതിനാൽ ബാർബർക്ക് വരുന്ന യാത്രയിൽ സഹയാത്രിയിൽ നിന്ന് ഈ പനിയൊന്നും ബാധിക്കാതിരിക്കുവാൻ വളരെ ആഡംബരമായ ഒരു ക്ലാസ്സിൽ അയാളെ പ്രത്യേകം വരുത്തി ഒക്കെയാണ് ചെയ്തത്. എല്ലാം കൂടെ ആയപ്പോൾ അത് മൊത്തമായിട്ടൊരു 15 ലക്ഷം രൂപ ചിലവായി. അദ്ദേഹത്തിൻ്റെ വലിയ കാര്യമൊന്നുമല്ല, മൊത്തത്തിലൊരു 94,000 കോടി രൂപയുടെ സ്വത്തുള്ളവനാണ്. ഇതൊക്കെ വെറുതെ ഉള്ളൂ. അപ്പോൾ ഒരു ഭാഗത്ത് കടം ദാരിദ്ര്യത്തിൽ മനുഷ്യൻ കഴിയുമ്പോൾ മറുഭാഗത്ത് നോക്കുക, വളരെ ആഡംബരവും ധൂർത്തും. ഇത് തമ്മിലൊന്ന് പങ്കിട്ടിരുന്നെങ്കിൽ ലോകത്തിലൊരു ഭാഗത്ത് കുന്നുകൂടുന്ന ചുരുക്കം പേരുടെ കയ്യിലിരിക്കുന്നതായ ധനം
ദരിദ്രരായ ആളുകൾക്ക് വീതം വയ്ക്കുന്ന ഒരു സംവിധാനം ഉണ്ടായെങ്കിൽ, പത്രത്തിൽ അടിക്കടി കേൾക്കുന്നൊരു വാക്കാണ് സ്വിസ് ബാങ്ക് എന്ന്. സ്വിസ് ബാങ്കിൽ ലോകത്തിലുള്ളതായ ആർക്കും പണം നിക്ഷേപിക്കാം. അവരുടെ അഡ്രസ്സ് ഒരു കാരണവശാലും അവർ പരസ്യപ്പെടുത്തുകയില്ല, പരസ്യപ്പെടുത്താൻ നിയമം അവിടെ ഇല്ല. ഈ സ്വിസ് ബാങ്കിൽ ഇന്ത്യക്കാർ നിക്ഷേപിച്ചിരിക്കുന്ന തുക, രഹസ്യമായി ലഭിച്ചിരിക്കുന്ന തുക കണ്ടുകെട്ടുമെന്ന് വരികിൽ ഇന്ത്യയുടെ 3 ലക്ഷം കോടി കടം തീർക്കാൻ ഉപകരിക്കും. മുഴുവൻ ഇന്ത്യയുടെയും കടം തീരും. ഇന്ത്യക്കാർ സ്വിസ് ബാങ്കിൽ ഇട്ടിരിക്കുന്ന പണം കണ്ടുകെട്ടിയാൽ മാത്രം മതി. അങ്ങനെ ചെയ്യണമെന്നുള്ള മറുപടി കൂട്ടുന്നുണ്ട്. അതൊന്നും എത്രത്തോളം നടപ്പാവെന്ന് തോന്നുന്നില്ല. തിരിച്ചും മറിച്ചുമൊക്കെയാണ് കാര്യങ്ങൾ. പറയാൻ കാരണം, ഒരു ഭാഗത്ത് ദാരിദ്ര്യം, മറുഭാഗത്ത് സമ്പത്ത്. ലോകത്തിന് ആകെയുള്ള സമ്പത്തിൻ്റെ 70% കേവലം 16% വരുന്ന ജനത്തിൻ്റെ കയ്യിലാണ്. അതുകൊണ്ട് എവിടെ നോക്കിയാലും സമത്വം ഉണ്ടാകണമെന്നുള്ള ഒരു മുറവിളിയാണ്. സമ്പത്ത് കൊന്നുകൂടുന്നത് വേറൊരു ഭാഗം ക്ഷേത്രങ്ങൾ, ആരാധനാലയങ്ങൾ. അതുകൊണ്ടാണോ ക്ഷേത്ര കവർച്ച ഇന്നൊരു നിത്യ സംഭവമായി മാറിയിരിക്കുന്നത്. ആരാധനാലയങ്ങളിൽ പൊന്നും വെള്ളിയും രക്തങ്ങളും എല്ലാം ഒരു കണക്കുമില്ലാതെ സൂക്ഷിച്ചു വയ്ക്കുകയാണ്. ഒരു ഉദാഹരണം, ഇന്ത്യയിലെ തിരുപ്പതി ക്ഷേത്രത്തിൽ മാത്രം 50,000 കോടി രൂപയ്ക്ക് ഉതകുന്നതായ സ്വത്ത് അവിടെയുണ്ട്. പൊന്നും വെള്ളിയും രക്തങ്ങളൊക്കെ ആയിട്ട് 50,000 കോടി. ഇതൊക്കെ ഇങ്ങനെ കുന്നുകൂട്ടി കിടക്കുമ്പോൾ മറുഭാഗത്ത് ജനങ്ങൾ ദാരിദ്ര്യത്തിൽ. അതുകൊണ്ടാണ് എല്ലായിടും ആളുകൾ ചിന്തിക്കുന്നത്, സമത്വം എന്നാൽ എന്താ? ഒരു ഭാഗത്തുള്ള ധനവാന്റെ പണം ദരിദ്രന് ഉതകണം, സമ്പന്ന രാജ്യങ്ങളിലെ സമ്പത്ത് ദരിദ്ര രാജ്യങ്ങൾക്ക് ഉതകണം. ഇതുപോലെ ഒരു ഉപയോഗവും ഇല്ലാതെ, പ്രയോജനമില്ലാതെ ആരാധനാലയങ്ങളിലും മറ്റും ഇരിക്കുന്നതായ ആ സമ്പത്ത് എടുത്ത സാധാരണ ജനങ്ങൾക്ക് അത് ഉപകരിക്കണം. ഇനി സാധാരണ ജനങ്ങൾ മോശക്കാരാണോ? വേണ്ടുവോളം സ്വർണം അങ്ങ് വാങ്ങിച്ചു കൂട്ടുകയാണ്. ഈ കേരളത്തിലെ മാത്രം പറഞ്ഞാൽ, ഈ കേരളത്തിലെ ജനങ്ങൾ ബാങ്ക് ലോക്കറിൽ ഇട്ടിരിക്കുന്നതായ സ്വർണം 225 ടൺ. പണമുള്ളപ്പോൾ വാങ്ങിക്കുക, അതെല്ലാം കൂടെ വാങ്ങിയിട്ട് നടക്കാൻ പറ്റുമോ? അതിൻ്റെ ഫലം അനുഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് എവിടെയെങ്കിലും കൊണ്ട് സൂക്ഷിക്കുക. എങ്കിലും അവിടെ ഇരിപ്പുണ്ടല്ലോ കുറേ സ്വർണം എന്നുള്ള സമാധാനമാണ്. ഇതാണ് ലോകത്തിൻ്റെ സാമ്പത്തിക അസമത്വത്തിനുള്ളതായ കാരണം. എന്നാൽ ഇതെല്ലാം പിടിച്ചെടുത്ത് ലോകത്തെ ഭരിക്കുന്ന ഒരു മിടുക്കനായ ഭരണാധികാരി എഴുന്നേൽക്കും. അവന് ഈ ലോകം ഒരു അനുകൂലമെന്നായിരിക്കും വിളിക്കുന്ന, നമ്മുടെ ആവശ്യങ്ങളും മറ്റും സാധിപ്പിച്ചു തരുന്ന ധീരനും സമർത്ഥനുമായ ഒരു ഭരണാധികാരി നമുക്ക് അനുകൂലം എന്ന് ലോകം പറയും. പക്ഷെ ബൈബിൾ പറയുന്നത് അവന് എതിർ ക്രിസ്തുവെന്ന്. അവൻ ക്രിസ്തുവിന് എതിരായിരിക്കും. ലോകത്തിന് അനുകൂലം എന്നാൽ ക്രിസ്തുവിനെതിര്. അവൻ ക്രിസ്തുവിന് എതിരായിരിക്കുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, ഇനി ഈ ലോകത്തിൽ ഭരിക്കുന്ന ത്രിമൂർത്തികളിൽ മഹാസർപ്പവും കൊമ്പുള്ള കുഞ്ഞാട് എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്ന ഒരു എല്ലാ മതങ്ങളുടെയും നേതാവും ഇവനെ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ അവൻ ക്രിസ്തുവിന് എതിരായിരിക്കണം. അവിടെ ന്യായമായി ഉന്നയിക്കുന്നൊരു ചോദ്യം, ലോകത്തിലെ സകല മതങ്ങളും ക്രിസ്തുവിന് എതിരായ വ്യക്തിക്ക് പിന്തുണ കൊടുക്കുമോ? അപ്പൊ ക്രിസ്ത്യാനികളുടെ കാര്യം എങ്ങനെയാ? അവരും എതിർ ക്രിസ്തുവിന് പിന്തുണ കൊടുക്കുമോ? പക്ഷേ അതിനെക്കുറിച്ചുള്ളതായ ഉത്തരം വളരെ ഞെട്ടിപ്പിക്കുന്ന വസ്തുതകളാണ്. ഈ എതിർ ക്രിസ്തു എന്ന പേരുള്ള വ്യക്തി രംഗത്ത് വരാൻ വർഷങ്ങളെടുക്കുമോ? വർഷങ്ങളെടുക്കുകയില്ല, മാസങ്ങളെടുക്കുകയില്ല. ഇപ്പോൾ തന്നെ ലോകത്തിൽ ജീവിച്ചിരിക്കുന്നു എന്ന് സമർത്ഥിക്കുവാൻ ചില ആളുകൾ മുൻപോട്ട് വന്നിരിക്കുകയാണ്. നമ്മൾ ദിനംപ്രതി പത്രത്തിൽ കാണുന്ന, വായിക്കുന്ന പേരും പേരിൻ്റെ ഉടമയും നാം സാധാരണ പത്രത്തിൽ കാണാറുള്ള ഫോട്ടോയും ആ പ്രത്യേക വ്യക്തിയുടെ ആണ് പോലും. അതാരെന്ന് ചോദിച്ചാൽ സിറിയൻ പ്രസിഡന്റായ ആസാദ്.
ഇത് കേവലം ഒരു വെറുതെ വന്നതല്ല. 2008 ജൂൺ മാസം 17-ാം തീയതി ദ ഹിന്ദു ഇംഗ്ലീഷ് പേപ്പറിൽ തൻ്റെ പേരും തന്നെക്കുറിച്ചുള്ളതായ വിവരണങ്ങൾ ഉണ്ടായിരുന്നു. ഇത് ഇന്ന് എതിർക്രിസ്തുവായി തീരേണ്ട വ്യക്തി ഇപ്പോൾ തന്നെ ജീവിച്ചിരിക്കുന്നു എന്നുള്ള റിപ്പോർട്ട് ഒരു വാസ്തവമാണെങ്കിൽ, വിശ്വസിക്കാമെങ്കിൽ, യേശുവിൻ്റെ വരവ് എത്രയധികം അടുത്ത് വന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് ഇതിനെ കണ്ടെത്തിയത്? അല്ലെങ്കിൽ ഇങ്ങനെയാണ് ആ പ്രത്യേക വ്യക്തി തന്നെയാണ് ഇത് ക്രിസ്തുവായി തീരുന്നതെന്ന് സമർത്ഥിക്കാൻ കാരണം ഇത് ബൈബിളിൽ നിന്ന് തന്നെയാണ് കണ്ടെത്തിയെന്നാണ്. ബൈബിള് ഹീബ്രുവിലാണല്ലോ ആദ്യം എഴുതിയത്. ഹീബ്രു ബൈബിൾ എബ്രായ ഭാഷ എഴുതിയിരിക്കുന്നത് അതിനുള്ള അക്ഷരക്രമമുണ്ട്. ഈ അക്ഷരക്രമത്തിൽ ഒരു പ്രത്യേക കോഡ് ഞാൻ രഹസ്യ ഭാഷ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു പോലും. ഇതിനെക്കുറിച്ച് ഉള്ള ഗവേഷണം അനേക വർഷങ്ങൾക്ക് മുമ്പ് തുടങ്ങിയതാണെങ്കിലും അതിവേഗം കണക്കൂട്ടുന്ന കമ്പ്യൂട്ടറുകൾ വന്ന ശേഷമാണ് ഇത് ഫലപ്രദമായിട്ട് ഇതിനെ ഡീകോഡ് ചെയ്യുവാൻ, കോഡ് വായിച്ചെടുക്കുവാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും നൂതനമായ അതിവേഗം പ്രവർത്തിക്കുന്ന കമ്പ്യൂട്ടറുകളുടെ സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടുകൂടെ ഈ ബൈബിൾ കോഡ് വായിക്കുവാൻ അനേകർ മുൻപോട്ട് കടന്നു വന്നു. അതിൽ പ്രധാനമായ 2 പേർ, റാവി വെസ്റ്റ്മൻഡൽ, ഡോക്ടർ നാഥൻ ജക്കോബി, ഈ 2 പേരാണ് അതിൽ മുഖ്യമായിട്ടുള്ളത്. അവരിത് ഈ കോഡ് വായിച്ചിട്ട് ആ ബൈബിളിൽ ഇങ്ങനെ കോഡ് ഭാഷയിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്ന സംഗതികൾ പുസ്തകമായി പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ ഈ ലോകത്തിൽ ഇതിനു മുമ്പ് നടന്ന അനേക സംഭവങ്ങൾ ഇതേ ബൈബിളിൽ രഹസ്യ ഭാഷയിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു പോലും. ഉദാഹരണം, USA-യിൽ ഭീകരാക്രമണം നടന്നത് വേൾഡ് ട്രേഡ് സെന്റർ ഭീകരന്മാർ ആക്രമിച്ചെന്നാണ് നമുക്കറിയാം. എന്നാൽ ഇതിനെക്കുറിച്ച് അന്നേ ബൈബിൾ എഴുതിയിരുന്നു പോലും. അവന് ഡീകോഡ് ചെയ്തപ്പോൾ ബൈബിൾ കാണാൻ അതിനെക്കുറിച്ചുള്ള കൊടുത്ത വാദം ഇങ്ങനെയാണ്: ദൗർഭാഗ്യവാന്മാർ ന്യൂയോർക്കിനെ ആക്രമിച്ചു. കൂടാതെ പല വാക്കുകൾ, തലീബാൻ, ബില്ലാദന്റെ ഹൃദയം മഞ്ഞുപോലെ തണുത്തുറഞ്ഞതാണ്. ഇതൊക്കെ ഈ ബൈബിളിൽ നിന്ന് തന്നെ അവർ വായിച്ചെടുത്തു പോലും. കൂടാതെ പല വാക്കുകൾ, ഗൾഫ് യുദ്ധത്തെക്കുറിച്ച്, കമ്മ്യൂണിസ്റ്റ് തകർച്ചയെക്കുറിച്ച്, ഇന്ദിരാഗാന്ധിയുടെ വധത്തെക്കുറിച്ച്, ഹിരോഷിമ നാഗസാക്കിയിൽ ബോംബ് വർഷം നടത്തിയതിനെക്കുറിച്ച്, ഇതൊക്കെ ഇങ്ങനെ നിരവധി കാര്യങ്ങൾ, ചരിത്ര സംഭവങ്ങൾ അന്നേ രഹസ്യ ഭാഷയായി കോഡായി ഹീബ്രു ബൈബിൾ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു പോലും. ഇതിങ്ങനെ വായിച്ചു വന്ന കൂട്ടത്തിലാണ് ഏത് ക്രിസ്തു ആരായിരിക്കും എന്നുള്ളതായ വസ്തുത കൂടെ അത് ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. അത് മുമ്പേ പറഞ്ഞതായ വ്യക്തി നോക്കുക, ഇന്ന് ജീവിച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ആകുന്നു ഏത് ക്രിസ്തുവെന്ന് അതിൽ സമർത്ഥിച്ചിരിക്കുന്നു. ഈ കഴിഞ്ഞകാല സംഭവങ്ങൾ ഈ പറയപ്പെട്ടതായ രഹസ്യ ഭാഷയിൽ കൊടുത്തിരിക്കുന്നത് പോലെ സംഭവിച്ചു എന്ന് വരികിൽ ഈ ഒരു കാര്യം കൂടെ അങ്ങനെ ആയിക്കൂടെ? ചിലപ്പോൾ അങ്ങനെ അല്ലാതെയും വരാം. താൻ മരിച്ച് വേറൊരാള് എഴുന്നേറ്റിട്ട് ആ ഒരു വ്യക്തി ആ സ്ഥാനത്താകാം. എങ്ങനെയോ അങ്ങനെ ഇങ്ങനെയോ കാര്യങ്ങൾ സംഭവിക്കാം. എല്ലാ പ്രവചനങ്ങളും 100% ശരിയാകണമെന്നില്ല. എങ്കിലും അത് ശരിയാകുമെന്ന് വരികിൽ ശക്തമായ ദൂത് നാം വായിച്ചു കേട്ടു. ഇതൊക്കെ സംഭവിച്ചു തുടങ്ങുമ്പോൾ അവൻ വാതുക്കലായി എന്നറിഞ്ഞുകൊള്ളുവേൻ. ദൈവത്തിന് സ്തോത്രം. നമ്മുടെ കർത്താവിൻ്റെ വരവ് നാം വിശ്വസിച്ച സമയത്തെക്കാളും നമ്മുടെ മനസ്സിൻ്റെ കണക്കുകൂട്ടലിനേക്കാളും വളരെ വളരെ അടുത്തിരിക്കുകയാണ്. ഞാൻ ത്രിമൂർത്തികളെ കുറിച്ച് പറഞ്ഞതിൽ ഈ ഏത് ക്രിസ്തു രംഗത്ത് വരുവാൻ എത്രയധികം ഒരുങ്ങിയെന്നും നിലവിൽ ജീവിച്ചിരിക്കുന്ന വ്യക്തിയെ തന്നെ ഇന്ന് ആ ഒരു ഏത് ക്രിസ്തുവായി ഉയർത്തിക്കാട്ടുന്ന നിലവരെത്തി നിൽക്കുന്നുവെന്നും ഞാൻ പറഞ്ഞുവല്ലോ. അടുത്തത് ത്രിമൂർത്തികൾ ഒരാളാണ്, ഒരു മത നേതാവ്. എല്ലാ മതങ്ങളിലെയും ഒരു പൊതു നേതാവ് എഴുന്നേൽക്കും. ക്രിസ്തുവിന് എതിരായി ഭരണാധികാരിയെ സപ്പോർട്ട് ചെയ്യുന്ന ആത്മീയ നേതാവിനെ തിരഞ്ഞെടുക്കുവാൻ ക്രിസ്തീയ മതം തയ്യാറാകുമോ? വീണ്ടും പറയാം, ക്രിസ്തുവിന് എതിരായ ഒരു ഭരണാധികാരിയെ എതിർ ക്രിസ്തുവിനെ പിന്തുണ കൊടുക്കുവാൻ സകല മതങ്ങളും ചേർന്ന് ഒരു നേതാവിനെ തിരഞ്ഞെടുക്കുമ്പോൾ ക്രിസ്തു മതം അതിലുൾപ്പെടുമോ?
അതിനുത്തരം നമ്മൾ തേടിപ്പോകുമ്പോൾ ഞെട്ടിപ്പിക്കുന്ന ഒരു സത്യം, ക്രിസ്തീയ മാർഗം സപ്പോർട്ട് ചെയ്യുമെന്ന് മാത്രമല്ല, ആ മത നേതാവ് ഒരു ക്രിസ്തീയ നേതാവ് തന്നെയായിരിക്കാനും സാധ്യതയുണ്ടെന്നാണ്. സംശയം വേണ്ട, ക്രൈസ്തവ ലോകം ഇപ്പോൾ അങ്ങനെയാണ് മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ക്രൈസ്തവ ലോകത്തിൽ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഉദാഹരണമായി ഓർത്തഡോക്സ് സഭയുടെ നിരണം ഭദ്രാസനത്തിൻ്റെ മെത്രാപ്പോലിത്ത ഡോക്ടർ ഗീവർഗീസ് മാർ ഒസ്താത്യോസ് ഒരു ഗാനം എഴുതി. ആ ഗാനത്തിൽ ഇങ്ങനെയാണ് ചില വാചകങ്ങൾ: ബിംബാരാധകർക്കും ഉത്തരം നൽകുന്നത് ത്രിയേക ദൈവമാണ്. ഹിന്ദു, ക്രിസ്ത്യൻ, മുസ്ലിം ലോകം വന്ദിക്കുന്നതും ത്രിയേക ദൈവത്തെയാണ്. അങ്ങനെ ഉണ്ട് ഒരു മെത്രാപ്പോലിത്ത വെളിപ്പെടാം. അവിടെ കൊണ്ട് നിന്നില്ല, നിത്യ നരക എന്നൊന്നില്ല എന്നും കൂടെ പ്രഖ്യാപിക്കുവാൻ അദ്ദേഹം തയ്യാറായി. എത്രയോ വർഷങ്ങളായി ക്രൈസ്തവ ലോകം ത്രിയേക ദൈവത്തിന് കൊടുത്തിരിക്കുന്ന നിസ്തുല്യമായ സ്ഥാനം ഇങ്ങനെ പലർക്കും വീതിച്ചു കൊടുക്കുവാൻ ഇതുപോലെ ഉന്നത ശ്രേണിയിലിരിക്കുന്ന വ്യക്തി പരസ്യമായി തയ്യാറാകുന്നു. ആരുടെയും കുഴപ്പമല്ല, ഇങ്ങനെയെല്ലാം നിറവേറണമെന്ന് ബൈബിൾ പറഞ്ഞിരിക്കുന്നു. ഒടുവിൽ വിശ്വാസത്യാഗം സംഭവിക്കും, അല്ലെങ്കിൽ ആത്മീയ പിന്മാറ്റം ഉണ്ടാകും. ഈ അടുത്ത കാലത്ത് കത്തോലിക്ക സഭ ഒരു ബൈബിൾ പ്രസിദ്ധീകരിച്ചു. അതിൽ വേദവാക്യത്തോടൊപ്പം ഭഗവത്ഗീതയിലെ വാക്യങ്ങളും കൂടെ ആ ബൈബിളിൽ തന്നെ പ്രിന്റ് ചെയ്ത് ഇടയ്ക്ക് ചേർത്തിരിക്കുകയാണ്. എല്ലാം ഒന്നിച്ചിരുന്നോട്ടം തന്നെ, വായിക്കുമ്പോൾ വളരെ സൗകര്യമായിട്ട് അതും ഇതും ഒന്നിച്ച് വായിച്ചു കൊള്ളട്ടെ എന്ന്. എങ്ങനെ ഇരിക്കുന്നു? കൈവച്ച് നാനാർത്ഥനെയും കൊത്തി മുറത്തിൽ കയറി കൊത്തുന്നു എന്ന് പറഞ്ഞതുപോലെ ഓരോ ദൈവവചന വ്യവസ്ഥകളെയും ആത്മീയ കാര്യങ്ങളെയും ഒന്നൊന്നായി തച്ചുടച്ച് വന്ന് അവസാനം വചനത്തെ പോലും കയറി പിടിക്കുവാൻ ഒരു വേദവസ്ത്രം അച്ചടിച്ച് അതിനുള്ളിൽ ദൈവത്തിൻ്റെ അതേ ആകാശഭൂമി ഒഴിഞ്ഞു പോകാനും മാറ്റമില്ല സ്വർഗത്തിൽ ശ്രീമാനിക വചനത്തോടൊപ്പം അന്യമത ഗ്രന്ഥത്തിലെ വചനങ്ങളൂടെ ചേർത്തടിക്കുവാൻ അത്ര ധൈര്യപ്പെട്ടിരിക്കുന്നു. വിശ്വാസത്യാഗം. കൊല്ലം അഷ്ടമുടിക്ക് സമീപമുള്ള ഒരു കത്തോലിക്ക ദേവാലയത്തിൽ യേശു പത്മാസനത്തിലിരിക്കുന്ന ഒരു രൂപം അവിടെ വെച്ചിരിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവൊക്കെ ഇരിക്കുന്ന കണ്ടിട്ടില്ലേ? ശ്രീബുദ്ധനൊക്കെ ഇതുപോലെ പത്മാസനത്തിലിരിക്കുന്നതായ രൂപം അത് അവിടെ സ്ഥാപിച്ചിരിക്കുന്നു. കൂടാതെ 12 അടി പൊക്കമുള്ള ഒരു കൽവിളക്കും കൂടെ പള്ളിക്കകത്ത് പോരെ. അവിടെ അന്ത്യത്താഴത്തിൻ്റെ ഒരു ചിത്രവും കൂടെ ഉണ്ട്. പ്രത്യേകത എന്തെന്നറിയാമോ? യേശുവും അവരുടെ ശിഷ്യന്മാരും നല്ല തൂശനിലയും ഇട്ട് ചമ്രം പടിഞ്ഞിരിക്കുകയാണ് തിരുവത്താഴം കഴിക്കാൻ. ക്രിസ്തീയ ദേവാലയം പരിഷ്കരിച്ച് എന്താക്കിക്കൊണ്ടിരിക്കുന്നു? ഇതെല്ലാം സംഭവിക്കേണ്ടത് തന്നെ. ഇതെല്ലാം നമ്മുടെ കാലത്ത് നമ്മുടെ സമീപ സ്ഥലങ്ങളിൽ തന്നെ ഈ വിശ്വാസത്യാഗം അതിന് മൂർധന്യത്തിലേക്ക് നീങ്ങുകയാണ്. കാഞ്ഞിര പള്ളി ഇടവകയിൽ ഈ കുട്ടികൾ ആദ്യ കുർബാന കൈക്കൊള്ളുന്നൊരു ചടങ്ങുണ്ട്. ആ ഒരു ചടങ്ങ് അവിടെ നടക്കുമ്പോൾ നിറപറയും നിലവിളക്കും കൂടെ അവിടെ സ്ഥാപിക്കാൻ തയ്യാറായി. അത് പങ്കെടുത്ത് കുട്ടികൾ കസവും മുണ്ടും ഉടുത്ത് ചന്ദനക്കുറിയും തൊട്ടാണ് ആദ്യ കുർബാന കൈക്കൊള്ളുന്നത്. പോരെ. ഇങ്ങനെ ക്രൈസ്തവ ലോകം അടിമുടി എല്ലാ ക്രിസ്തീയ പ്രമാണങ്ങളെയും തകർത്തുകൊണ്ട് എല്ലാ ആത്മീയമായ നിയമങ്ങളെയും തകർത്തുകൊണ്ട് ദിവസം പ്രതി വിശ്വാസത്യാഗത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇനി പറയുവാൻ ഒട്ടേറെ കാര്യങ്ങളുണ്ട്. അനേക ക്രൈസ്തവ പുരോഹിതന്മാരും വേദപുസ്തകത്തെ ദൈവത്തിൻ്റെ വചനമായി വിശ്വസിക്കുന്നില്ല. നേരത്തെ ഞാൻ കഴിഞ്ഞ ദിവസം ഓർപ്പിച്ചതുപോലെ വേദപുസ്തകം ഉണ്ടാകും മുമ്പേ സഭ ഉണ്ടായെന്നും ബൈബിൾ പറയുന്നതിനേക്കാൾ മുഖ്യത്വം കൊടുക്കേണ്ടത് സഭയ്ക്കാണെന്നും വരുത്തി തീർത്തിരിക്കുന്നു. കൂടാതെ വേദപുസ്തകത്തിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും എല്ലാം ക്രിസ്തീയ സഭയ്ക്കുള്ളിൽ അത് അനേക നൂറ്റാണ്ടുകളായി ആചരിച്ചു പോരുന്നു. വചനത്തിൽ ഓരോ കാര്യങ്ങളെയും ഇവർ ഖണ്ഡിക്കുവാനും സംശയിക്കുവാനും തുനിയുന്നു. അതിൽ ഒന്ന്
ക്രിസ്തു കന്യകയിൽ ജാതനായി എന്നുള്ളതിനെ ഇപ്പോൾ വിശ്വസിക്കുന്നില്ല എന്നാണ് ക്രൈസ്തവ പുരോഹിതന്മാർ. യേശു ചെയ്ത മറ്റനേക അത്ഭുതങ്ങളും അതങ്ങനെ തന്നെ നടന്നുവെന്ന് വിശ്വസിക്കുവാൻ ക്രൈസ്തവ നേതൃത്വം പോലും തയ്യാറാവുന്നില്ല. പുതിയ നിയമത്തിൽ മാത്രമല്ല, പഴയ നിയമത്തിലെ പല അത്ഭുതങ്ങളെ പോലും വ്യാഖ്യാനിച്ച് വികലമാക്കാൻ ശ്രമം. ഇസ്രായേൽ മക്കൾ ചെങ്കടൽ കടന്നു. നമ്മൾ ബൈബിളിൽ എഴുതിയിരിക്കുക അതുപോലെ വിശ്വസിക്കുക. യഹോവയായ ദൈവം അരുളിച്ചതനുസരിച്ച് മോശ വടിയോടുകൂടെ കൈ നീട്ടിയപ്പോൾ വെള്ളം രണ്ടായി, ഒരു വെള്ളരിക്ക രണ്ടായി മുറിച്ച് വച്ച ഇരിക്കുന്നപോലെ വെള്ളം രണ്ടായി മുറിച്ച് മാറ്റി വെച്ചു. അതിന് നടുക്കൂടെ ഈ ലക്ഷക്കണക്ക് ദൈവജനം അക്കരയ്ക്ക് പോയി. വീണ്ടും വടിയോട് കൈ നീട്ടിയപ്പോൾ സമുദ്രം പൂർവ്വസ്ഥിതിയിലായി. ഒരു അത്ഭുതം നടന്നു നമ്മൾ വിശ്വസിക്കുന്നു. ഇന്നത്തെ ക്രൈസ്തവ നേതൃത്വം പറയുന്ന അത് അവിടെ വേലിയേറ്റവും വേലിയിറക്കവും ഉണ്ടായി. വെള്ളം സമുദ്രത്തിൻ്റെയിലേക്ക് വാർന്നു പോയ സമയത്തായിരുന്നു ഇവരിറങ്ങിപ്പോയത് അക്കരയ്ക്ക്. അവരക്കരെ കയറിയതും വേലിയേറ്റം ഉണ്ടായി വെള്ളം തിരിച്ചേക്ക് വന്നു. കൊള്ളാമല്ലോ. അങ്ങനെയാണെങ്കിൽ കൂടെ നമുക്കറിയാം, നമ്മുടെ റോഡിൽ മഴവെള്ളം വീണപ്പം ചെളി കെട്ടിയാൽ അത് ഉണങ്ങാൻ എത്ര സമയം പിടിക്കും? നന്നായി വെയിൽ കൊണ്ട് ഉണങ്ങിയല്ലേ. അതുപോലെ കടലിൻ്റെ അടിത്തട്ടിൽ എത്രയോ അടിക്കണക്കിന് കട്ടിയുള്ള ചെളി, ഇത് ഉണങ്ങാതെ ഈ ജനങ്ങൾ കാൽനട അക്കരെ കിടക്കുമോ? ഒരു വേലിയിറക്കം ഉണ്ടായി വെള്ളം കൊണ്ട് പോയ ഉടനെ അവിടെ എങ്ങനെ ഉണങ്ങും? അങ്ങനെയുള്ള മറുചോദ്യങ്ങൾ ധാരാളമുണ്ട്. പക്ഷേ വചനത്തെ, അത്ഭുതത്തെ അതുപോലെ വിശ്വസിക്കുവാൻ സമ്മതിക്കാത്ത സാത്താൻ കണ്ണുകളെ കുരുടാക്കിയിരിക്കുന്നു. മറ്റൊന്ന്, ഇസ്രായേൽ ജനത്തിന് മരുഭൂമിയിൽ ദൈവം ആകാശത്ത് മന്ന ഭക്ഷിപ്പിച്ചു കൊടുത്തു. സ്വർഗീയ ധാന്യം, ശക്തിമാന്മാരുടെ അപ്പം, ഇംഗ്ലീഷിൽ ഏഞ്ചൽസ് ഫുഡ്, ഇതൊക്കെയാണ് പേര് കൊടുത്തിരിക്കുന്നത്. എന്നാൽ അത് സ്വർഗത്തിൽ നിന്നും മറ്റും കൊടുത്ത പ്രത്യേക ഭക്ഷണമൊന്നും അല്ല പോലും. മന്ന എന്നത് മരുഭൂമിയിൽ അവിടെവിടങ്ങളായ ചില വൃക്ഷങ്ങളും അതിൻ്റെ തടിയുടെ പുറന്തൊലി പൊട്ടിയിട്ട് വിണ്ട് കീറി കറ ഒഴുകി വന്നിട്ട് അത് ഉണങ്ങും. കാറ്റടിക്കുമ്പോൾ പറന്നിങ്ങനെ വീഴും. ഇന്നും അങ്ങനെ ചില വൃക്ഷങ്ങൾ ഉണ്ട്. അനേകർ പോയി കണ്ടിട്ട് എന്നോട് ഒന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ഉള്ളതാ ഇല്ല എന്നുള്ള തർക്കിക്കുന്ന അങ്ങനെ ഉണ്ട്. പക്ഷേ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത ഒരു സമർത്ഥിക്കുകയല്ലേ ഈ 10-20 ലക്ഷം പേർക്ക് ഭക്ഷിക്കത്തക്കവണ്ണം മരത്തിൻ്റെ കറയെല്ലാം ഒഴുകി ഉണങ്ങി ചെതറി വീണെന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? അഥവാ അങ്ങനെ ഒരു ദിവസമെങ്ങാനും പെറുക്കിയെടുത്ത് ഭക്ഷിക്കാൻ കഴിഞ്ഞിരിക്കാം. ഏറെക്കുറെ 40 വർഷങ്ങളോളം നിരന്തരമായി അവർക്ക് എവിടുന്ന് കിട്ടി. അവര് കനാൻ ദേശത്ത് കനാൻ ദേശത്തിലെ ഫലം അനുഭവിച്ചതിന് ശേഷമേ മന്ന നിന്നുള്ളൂ. ഏത് ചെറിയ കുട്ടിക്ക് മനസ്സിലാകുന്ന കാര്യം. പക്ഷേ തൊപ്പി അംശപൊടിയുള്ള ആളുകൾക്കും കുപ്പായുള്ളവർക്കും മാത്രം ഒന്നും മനസ്സിലാകുന്നില്ല. അതൊക്കെ അങ്ങനെയൊക്കെ നടക്കുമോ? അതൊക്കെ സ്വാഭാവികമായ പ്രകൃതിയിലുള്ള പ്രതിഭാസങ്ങൾ. അവരുടെ ആരുടെയും കുറ്റമല്ല. വചനം നിവൃത്തിയാകണമല്ലോ. യേശു വരാറാകുമ്പോൾ വിശ്വാസത്യാഗം അത് സംഭവിക്കണം. 2 തെസ്സലോനിക്കർ 2-ാം അധ്യായം 6-7 വാക്യങ്ങൾ. അധർമ്മത്തിന്റെ മർമ്മം ഇപ്പോഴേ വ്യാപരിക്കുന്നുണ്ട്. ഇതുവരെ തടുക്കുന്നവൻ വഴിയിൽ നിന്ന് നീങ്ങിപ്പോക മാത്രം വേണം. അപ്പോൾ അധർമ്മമൂർത്തി വെളിപ്പെട്ടു വരും. അവനെ കർത്താവായ യേശു തന്റെ വായിലെ ശ്വാസത്താൽ ഒടുക്കി തന്റെ പ്രത്യക്ഷതയുടെ പ്രഭാവത്താൽ നശിപ്പിക്കും. അധർമ്മമൂർത്തി വെളിപ്പെടും മുൻപ് വലിയ വിശ്വാസത്യാഗം ഉണ്ടാകും. വലിയ വീഴ്ച, വിശ്വാസത്തിൽ നിന്ന് വീഴ്ച, വിശ്വാസ പ്രമാണങ്ങളിൽ നിന്ന് വീഴ്ച, ആത്മീയ സത്യമുള്ളതായി വീഴ്ച, ദൈവവിശ്വാസമുള്ളതായ പിന്മാറ്റം ശക്തമായ തോതിൽ ഉണ്ടാകും എന്നാ തിരുവെഴുത്ത് മുന്നറിയിപ്പ് നൽകുന്നു. അധർമ്മമൂർത്തിയായവൻ അത് ശക്തി ഇപ്പോൾ തന്നെ വ്യാപരിക്കുന്നു. ഏത് നിമിഷവും വെളിപ്പെടാം. ഇത്രയും കേട്ടതൊന്നും നമുക്ക് ബോധ്യമായല്ലോ. എങ്കിൽ ഒരു കാര്യം എഴുതിയിരിക്കുന്ന എന്താണ്? തടുക്കുന്നവൻ വഴിയിൽ നിന്ന് മാറിപ്പോക വേണം. അത്ര താമസമേ ഉള്ളൂ. ആരാണ് തടുക്കുന്നത്? അധർമ്മമൂർത്തി വെളിപ്പെടാതെ വണ്ണം തടുക്കുന്നത് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ്.
സഭ ഭൂമിയിൽ എടുക്കപ്പെടാതെ അധർമ്മമൂർത്തി വെളിപ്പെടുവാൻ ദൈവത്തിന് ആത്മാ സമ്മതിക്കുകയില്ല. ആ ഘോര മൃഗം ഈ ലോകത്തിലേക്ക് വരുന്നതിന് മുൻപേ ദൈവത്തിന്റെ തിരുസഭയാകുന്ന പ്രാവ് ഇവിടെ നിന്ന് പറന്നു പോകും. പരിശുദ്ധാത്മാവ് തടഞ്ഞുകൊണ്ടിരിക്കുന്നതിനാൽ മാത്രമാണ് അവൻ ഇന്ന് വെളിപ്പെടാതിരിക്കുന്നത്. പ്രിയമുള്ളവരെ, ക്രിസ്തുവിന്റെ വരവിന് മുൻപ് നടക്കേണ്ട പ്രവചനങ്ങൾ ഒന്നൊന്നായി നിറവേറിക്കൊണ്ടേ വരികയാണ്. ആഗോള താപനം, ക്ഷാമങ്ങൾ, ഭൂകമ്പം, മഹാവ്യാധികൾ, പകർച്ചവ്യാധികൾ, ഭീകരരുടെ വർധനവ്, അപകടങ്ങൾ, ആത്മീയ രംഗത്ത് ലോകത്തില് അനേക രംഗങ്ങളിൽ തിരുവെടുത്ത് പറയുന്ന പ്രവചനം ഓരോന്നും നമ്മുടെ കൺമുൻപിൽ ഏറെക്കുറെ നിറവേറി അതിന് അവസാന ഘട്ടത്തിലേക്ക് വന്നിരിക്കുന്നു. ഇനി നമ്മുടെ കർത്താവ് ഏത് നിമിഷവും വരും, ഏത് നിമിഷത്തിലും. അതുകൊണ്ട് വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായം 2-3 വാക്യങ്ങൾ വായിക്കുമ്പോൾ ഞാൻ കള്ളനെ പോലെ വരും. വായിച്ചാട്ടെ. ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്ക. ഞാൻ നിന്റെ പ്രവൃത്തി എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയുള്ളതായി കണ്ടില്ല. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്ന് ഓർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഏത് നാഴികയ്ക്ക് നിന്റെ മേൽ വരുമെന്ന് നീ അറിയുകയുമില്ല. നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ആരെ സംബോധന ചെയ്താണ് പറഞ്ഞിരിക്കുന്നത്? ചാവാറായ ശേഷിപ്പുകളെ എന്നാണ്. അവിടുത്തെ അവസ്ഥ നോക്കിയാൽ ചത്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ചത്തിട്ടില്ല. ഇതാണ് ഒരവസ്ഥ. ഇതിനെ ബോധക്ഷയം ആയ ഒരവസ്ഥ നമുക്ക് പറയാൻ കഴിയും. ഇന്ന് സർദീസ് സഭയെ സംബോധന ചെയ്തതുപോലെ ആത്മീയ രംഗത്ത് പെന്തക്കോസ്ത് ലോകത്തിൽ ഇതുപോലെ ഒരു ബോധക്ഷയം വന്ന നിലയിൽ മനുഷ്യനായിരിക്കുന്നു. അതുകൊണ്ടാണല്ലോ ഇന്ന് അനേകയിടങ്ങളിലും മദ്യപിച്ച് മനുഷ്യനെ ബോധം നശിച്ചു പോവുകയാണ്. മദ്യപാനം ഇപ്പോൾ കയറി വരികയാണ്. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ പുരുഷന്മാർ എല്ലാവരും അല്ല, അങ്ങനെയൊക്കെ ഉള്ളവർ കുടിച്ചു. ഇപ്പം പുരുഷന്മാരും കുടിക്കാൻ തുടങ്ങി, സ്ത്രീകളും കുടിക്കാൻ തുടങ്ങി. അവിശ്വസനീയം. പല പട്ടണങ്ങളിൽ അപ്പനും അമ്മയും മക്കളും കൂടെ വട്ടം ഇരുന്ന് കുടിക്കുന്നു. ഇതൊക്കെ ഒരു സാധാരണ കാര്യമാണ്. ഇങ്ങനെ നമ്മുടെ നാടും ഈ നിലയിൽ അധപ്പതിച്ചു. ഇന്ന് സെപ്റ്റംബർ 1, ഈ 1-ാം തീയതിയെങ്കിലും, അതും പ്രത്യേകിച്ച് ഓണത്തിന് ഓണ ദിവസങ്ങളാകിയാൽ തുറക്കരുതെന്ന് ഒരു അഭിപ്രായം എന്തെങ്കിലും ഗവൺമെൻറ് സമ്മതിച്ചില്ല. 1-ാം തീയതി തുറന്നു, നല്ല കച്ചവടം. ഇന്നത്തെ കച്ചവടം 34,14 രൂപയുടെ മദ്യം വിറ്റഴിഞ്ഞു. കഴിഞ്ഞ വർഷം ഇതേ ഡേറ്റിൽ നടന്ന മദ്യവിൽപ്പനയേക്കാൾ 49% കൂടുതലാണ്. ഒറ്റയടിക്കാണ്. അപ്പോൾ ഇനി അടുത്ത വർഷം എന്തായിരിക്കും? അതിനു മുമ്പേ നമ്മുടെ കർത്താവ് വന്നേക്കാം. ലോകം ദിനം പ്രതി ഇങ്ങനെ പാപത്തിലും അധർമ്മത്തിലേക്കും ഇങ്ങനെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതേ, മദ്യപിച്ച വീഞ്ഞു കുടിച്ചോ ബോധം നഷ്ടപ്പെട്ടതുപോലെ ഇരിക്കുന്ന ദൈവജനത്തെ സംബോധന ചെയ്ത് ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ചെവിയുള്ളവൻ കേൾക്കട്ടെ, ചാവാറായ ശേഷിപ്പുകളെ നീ ഉണർന്നുകൊള്ളുക. മരിച്ചുവെന്ന് പറയുന്നില്ല. ജീവനുണ്ടെന്ന് ചോദിച്ചാൽ ഉണ്ടെന്നും പറയാൻ കഴിയാത്ത അവസ്ഥയിൽ, മരിച്ചുവിട്ടുമില്ല ജീവനുണ്ടെന്നുമില്ല എന്ന് പറയുന്ന നിലയിൽ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് ഉണർന്നുകൊള്ളുക. മദ്യം കുടിച്ച ബോധം നഷ്ടപ്പെട്ട ചിലരെ ബൈബിൾ പറയുന്നുണ്ട്. ഒരാളാണ് ലോത്ത്. ഉൽപ്പത്തി 19-ാം അധ്യായത്തിലാണ് കാണുന്നത്. അതേ, ആ ലോത്തിന് വീഞ്ഞു കുടിച്ച് അവൻ്റെ സുബോധം നഷ്ടപ്പെട്ടു. അനന്തര സംഭവങ്ങൾ നമുക്കെല്ലാം അറിയാവുന്ന സംഗതികളാണ്. അതിനുള്ളതായ ഒരു ഗുണപാഠം മാത്രം പറഞ്ഞു പോകട്ടെ. മാതാപിതാക്കൾ അവരവരുടെ മക്കളെ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. പക്ഷേ മക്കൾ മാതാപിതാക്കളുടെ തങ്ങൾ വേണ്ട വിശ്വാസത്തെ ദുരുപയോഗം ചെയ്യരുത്. ഈ കാലത്തിലെ സ്ഥിതി എന്താ? കുഞ്ഞുങ്ങളെ പഠിക്കുവാനോട് അയച്ചാൽ, കോളേജുകളിൽ മെച്ചപ്പെട്ട അഡ്മിഷൻ വാങ്ങിച്ചു കൊടുത്താൽ, ബോംബെ, ബാംഗ്ലൂർ, ഡൽഹി, കൊച്ചി ആദിയായ പട്ടണങ്ങളിൽ
ഒരു സീറ്റ് തരപ്പെടുത്തി ലക്ഷങ്ങൾ മുടക്കി കൊടുത്താൽ എൻ്റെ മോനോ അവനെവിടെ പോയാൽ അവനെ പോലെ ഭക്തി പെയ്ത്തോം അവനാ ഏറ്റവും ഫ്രണ്ടിൽ മുട്ടുമേൽ ഇരുന്നാലുണ്ടല്ലോ അപ്പച്ചൻ്റെ മുഖത്ത് തന്നെ നോക്കിയിരിക്കത്തുള്ളൂ. എവിടെ പോയ എൻ്റെ മോഹൻ, എൻ്റെ മോളോ? ഇവിടെ നിന്ന് വരെ നടന്ന എല്ലാ വാക്യ മത്സരത്തിലും അവളാണ് ഫസ്റ്റ്. എൻ്റെ മോള് ഫസ്റ്റ്. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പ്രിയ കുഞ്ഞുങ്ങളെ, നിങ്ങളെക്കുറിച്ചുള്ള അമ്മമാരുടെ വിശ്വാസം അങ്ങനെയാണ്. ഭംഗം വരുത്തരുത്. ലോകത്തിൽ എവിടെ പോയാലും നിങ്ങളെ ജനിപ്പിച്ച അപ്പനും പ്രസവിച്ച അമ്മയും നിങ്ങളെ വളർത്തിയെടുത്ത് കഷ്ടപ്പെട്ട് തങ്ങളുടെ ചോര നീരാക്കി നിങ്ങളെ പഠിപ്പിച്ച് ലക്ഷങ്ങൾ മുടക്കി അഡ്മിഷന് വാങ്ങി സ്ഥലത്തയച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മേൽ വെച്ചിരിക്കുന്ന വിശ്വാസത്തെ ഭംഗം വരുത്തരുത്. അതിനെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. ഞാൻ എന്ത് കാണിച്ചാലും ആര് പറഞ്ഞാലും എൻ്റെ അപ്പനും അമ്മയും വിശ്വസിക്കത്തില്ല. അതുകൊണ്ടൊരു കുഴപ്പമില്ല. അഥവാ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ, മക്കളെക്കുറിച്ച് പറഞ്ഞാൽ, ഓ എൻ്റെ മോളോ എൻ്റെ മോനോ, അവന് എനിക്കറിയാം. അതെ, ആ വിശ്വാസത്തെ ഒരു കാരണവശാലും മക്കൾ ദുരുപയോഗം ചെയ്യാതിരിക്കണം. അങ്ങനെ ദുരുപയോഗം ചെയ്യുന്നുണ്ടോ എന്ന മാതാപിതാക്കൾ ശ്രദ്ധിക്കുകയും വേണം. മക്കളെ സംശയിക്കണം എന്ന് പറയുകയല്ല, പിന്നെ ഒരു കണ്ണ്. പെൺമക്കളെ പഠിപ്പിക്കാൻ അയച്ചാൽ, ഉദ്യോഗത്തിന് അയച്ചാൽ, വിരുന്നിനൊന്നും വിടാതിരിക്കുന്ന ഏറെ നന്ന പോയാൽ നിങ്ങൾ കൂടെ പോകണം, ഒറ്റയ്ക്കൊരിക്കലും വിടരുത്. ഞാനതിനെക്കുറിച്ചൊന്നും ഈ വേദിയിൽ പറയണ്ട. പത്രദ്വാര കേൾക്കുന്ന സംഭവങ്ങൾ. പ്രിയ ദൈവമക്കളെ, ദൈവമക്കളായി നമ്മുടെ മധ്യേ നമ്മുടെ തലകുനിക്കുന്നതും ദൈവനാമത്തിന് അപമാനമായതും ദൈവസഭയ്ക്ക് നിന്നയായതും നമ്മുടെ മക്കളുടെ ഭാവി നഷ്ടപ്പെടുന്നതുമായ ഒരു സംഭവം ഉണ്ടാകാതിരിക്കാൻ നമുക്കൊരു കണ്ണും കാതും ഉണ്ടായിരിക്കണം. അങ്ങനെ അല്ലാതെ ജീവിക്കുന്നെങ്കിൽ അത് ലോത്തിന് വന്നുപോലെ അവസ്ഥയാണ്. സുബോധമായിരിക്കണം. രണ്ടാമത്, ശുശ്രൂഷകരുമായുള്ള ബന്ധം വിശ്വാസികൾ ദുർവിനിയോഗം ചെയ്യരുത്. വിശ്വാസികൾ ശുശ്രൂഷ നമ്മളൊരു ബന്ധമുണ്ട്. അത് വളരെ ഊഷ്മളമായ ബന്ധമാണ്. പ്രത്യേകിച്ച് പെന്തക്കോസ്ത് മിഷനിൽ മറ്റുള്ളവരെ പോലെയല്ല. അപ്പനമ്മ ഇവരെല്ലാം വിട്ട്, ദേശവും നാടും വിട്ട്, സമ്പാദ്യം മുഴുവനും ദൈവത്തിനായി കൊടുത്ത് വെറും കൈയായി പ്രതിഷ്ഠിക്കപ്പെട്ട് ഇറങ്ങി വന്നിരിക്കുകയാണ്. 99% അപ്പുറവും അവിവാഹിതനും കൂടെയാണ് ഇതിലെ ശുശ്രൂഷകർ. ഇവിടെ ചിലരേ വിവാഹിതരുള്ളൂ. അതുകൊണ്ട് മുഴുവൻ സ്നേഹവും മുഴുവൻ ശ്രദ്ധയും എല്ലാം വിശ്വാസികളെ മേലാണ്. ചോദിച്ചാൽ ഞങ്ങളുടെ ആകെ സ്വത്ത് നിങ്ങളാണെന്നേ പറയാൻ കഴിയൂ. വേറെ ഒരു സ്വത്തുമില്ല. നിങ്ങളോട് നിങ്ങളുടെ ബന്ധം ഈ ലോകത്തിൽ ഒന്നിനോട് ഉപമിക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ അധികപ്പറ്റല്ല. അങ്ങനെ നിങ്ങളെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും നിങ്ങളോടുള്ളത് ബന്ധത്തിനായിരിക്കുന്ന ശുശ്രൂഷകരെ ഉള്ള ബന്ധം ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. സാരമില്ല, പാസ്റ്ററും ഞാനും വലിയ കയ്യ, മൂപ്പൻ ഞാനെന്ന് പറഞ്ഞ ജീവന, അതുകൊണ്ട് ഞാൻ പറയുന്നതെല്ലാം അദ്ദേഹത്തിന് വേദവാക്യമാണ് എന്ന നിലയിൽ ദുരുപയോഗം ചെയ്യുമ്പോൾ നാം നശിക്കുകയും അനേകരുടെ നാശത്തിന് വഴിയൊരുക്കുകയും ചെയ്യുകയാണ്. അതുകൊണ്ടാണ് പഴയ നിയമത്തിൽ ഒരു കാര്യം കാണുന്നു. ഇസ്രായേൽ ജനത യോർദാൻ കടന്ന വേളയിൽ പെട്ടകവും ചുമന്നുകൊണ്ട് പുരോഹിതന്മാർ മുമ്പേ പുറപ്പെടട്ടെ, ജനം പുറകെ ചെല്ലട്ടെ. പക്ഷേ രണ്ടു കൂട്ടരും തമ്മിൽ അകലം വേണം. അല്പസ്വല്പമൊന്നുമല്ല, 2000 മുഴം അകലം വേണം. അതിനർത്ഥം ശുശ്രൂഷകരും വിശ്വാസികളും തമ്മിൽ പാലക്ക പോലെ പിരിഞ്ഞിങ്ങനെ നിൽക്കണമെന്നല്ല. ഒരു ആരാധന കഴിഞ്ഞാൽ പ്രാർത്ഥിപ്പിക്കാൻ ആളില്ല, ശുശ്രൂഷകരോട് ഒരു പ്രൈസറോട് പറഞ്ഞു വിടുവാൻ ആളില്ല, കാര്യങ്ങളെല്ലാം തീർന്നു തങ്ങളുടെ വീട് പറ്റണമെന്നുള്ള ചിന്തയിൽ ജീവിക്കണമെന്നല്ല. പിന്നെയോ ഈ വിശേഷമായ ബന്ധത്തിൽ കഴിയുമ്പോൾ തന്നെ അവരവരുടെ നിലയും വിലയും മനസ്സിലാക്കി അവർക്ക് കൊടുക്കേണ്ട ബഹുമാനം കൊടുത്ത് അവരെ ഭയപ്പെട്ട അളവിൽ ഭയപ്പെട്ട് നിങ്ങളുടെ ആത്മീയതയെ കാത്തുകൊള്ളണമെന്നാണ്. ദൈവത്തിന് സ്തോത്രം. ഈ ശുശ്രൂഷകരും
ആയിട്ടുള്ള ബന്ധം ഒരു വിശ്വാസി ഒരിക്കലും ദുരുപയോഗം ചെയ്തുകൂടാ. അടുത്തത് ഞാൻ ശുശ്രൂഷകരെ കുറിച്ച് പറയുകയാണ്. ശുശ്രൂഷകരും നടത്തിപ്പുകാരും നമ്മളുടേതായ ബന്ധം. കർത്തൃ ശുശ്രൂഷകരെ, നിങ്ങളെ നടത്തുന്നവർ നിങ്ങളെ പൂർണ്ണമായും വിശ്വസിക്കുകയാണ്. കർത്തൃ ശുശ്രൂഷയ്ക്കായി ഒരാൾ ഇറങ്ങി വന്നാൽ, ശുശ്രൂഷയ്ക്കായി വേർതിരിച്ച് അവർക്ക് വേണ്ടതായ ആത്മീയ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ ഒരു വിലയേറിയ ആത്മാക്കളെ ഏൽപ്പിക്കുകയാണ്. കൂട്ടുകാരെക്കാരെ ഏൽപ്പിക്കുന്നു, ആത്മാക്കൾ വിശ്വാസികളെ ഏൽപ്പിക്കുന്നു, വിശ്വാസ ഭവനത്തെ ഏൽപ്പിക്കുന്നു. നിങ്ങൾ വിശ്വസ്തരായിരിക്കുന്നുള്ള പൂർണ്ണ വിശ്വാസമാണ് അവർക്കുള്ളത്. അവരുടെ ഹൃദയം നിങ്ങളോട് പൂർണ്ണ നിഷ്കളങ്കമായിരിക്കുകയാണ്. പക്ഷേ നിങ്ങളുടെ മേലുള്ള വിശ്വാസത്തെ നിഷ്കളങ്കതയും ചൂഷണം ചെയ്യുന്ന നിലയിലായി ഒരിക്കലും മാറരുത്. സാരമില്ല, അപ്പച്ചന് ഞാൻ വലിയ അടുപ്പമാണ്, ഞാൻ പറയുന്നതൊക്കെ അപ്പച്ചൻ വിശ്വസിച്ചോളും. അപ്പച്ചനും അങ്ങനെയാ, നല്ലൊരു ശുശ്രൂഷകൻ, ആത്മീയൻ, ആത്മാക്കളെ നേടുന്നവൻ, പ്രസംഗിക്കാൻ മിടുക്കൻ, പാടാൻ സാഹചര്യത്തിലുള്ള വ്യക്തി, ഭൗതികമായ കാര്യങ്ങൾ ഉത്സാഹി, എപ്പോൾ വിളിച്ചാലും വരുന്ന അത്ര തികഞ്ഞ അനുസരണം. അതുകൊണ്ട് സമ്പൂർണമായ വിശ്വാസം. അങ്ങനെ വിശ്വാസത്തെ ഒരിക്കലും ദുരുപയോഗം ചെയ്യരുത്. സ്വാതന്ത്ര്യം ദുഷ്ടതയ്ക്ക് മറയാക്കരുതെന്ന് ബൈബിൾ പറയുന്നു. ഇതൊക്കെയാണ് ലോത്തിന്റെ വീഞ്ഞു കുടിച്ചുള്ള അബോധാവസ്ഥയെ തുടർന്നുള്ള സംഭവങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്ന ഗുണപാഠങ്ങൾ. ഒന്നുകൂടെ ഉണ്ട്. ശത്രുക്കൾ ജനിപ്പിച്ചു, അമ്മോന്യരും മോവാബിനും ജനിച്ചു. പ്രിയ ദൈവത്തിന്റെ സഭയെ, ശത്രുക്കൾ തനിയേ ധാരാളം എഴുന്നേൽക്കുന്നുണ്ട്. സഭയ്ക്കെതിരെ, സുവിശേഷത്തിനെതിരെ, ശുശ്രൂഷകർക്കെതിരെ തനിയേ ധാരാളം ശത്രുക്കൾ എഴുന്നേൽക്കുന്നുണ്ട്. പിശാചിന് വേണ്ട വഴിമിനത്തിട്ട് കൊടുക്കുന്നുണ്ട്. ആ കൂടെ നാമും കൂടെ ശത്രുക്കളെ ജനിപ്പിക്കുവാൻ ശ്രമിച്ചാൽ എങ്ങനെയിരിക്കും? നമ്മുടെ ജീവിതത്തിൻ്റെ പോരായ്മ കൊണ്ട്, നമ്മുടെ പ്രവൃത്തിയുടെ പോരായ്മ കൊണ്ട്, ഒരു കാരണവശാലും നമ്മുടെ അമാതൃക ജീവിതം കൊണ്ട് ഒരു കാരണവശാലും ദൈവജനത്തിനും സഭയ്ക്കും ശത്രുക്കൾ ജനിക്കുവാൻ ഇടം കൊടുക്കരുത്. അതുകൊണ്ടാണ് ചാവാറായ ശേഷിപ്പോടെ കിടക്കുന്ന സഭയെ സംബോധന ചെയ്യുകയാണ്, ഉണർന്നുകൊള്ളുക, നീ മാനസാന്തരപ്പെട്ടുകൊള്ളുക. അടുത്തൊരു വ്യക്തി നോഹയാണ്. നോഹയും നല്ലൊരു മനുഷ്യനാ, ദൈവത്തോട് നടന്ന മനുഷ്യൻ. പെട്ടകം ഉണ്ടാക്കി, പെട്ടകത്തിൽ അവനും 8 പേരും രക്ഷപ്പെട്ടു. പ്രളയശേഷം മുഴുവൻ ഭൂമിയും അവൻ്റെതായി മാറി. അവനൊരു മുന്തിരിത്തോട്ടം നട്ടുണ്ടാക്കി, പുതുവീഞ്ഞു കുടിച്ച് സുബോധം നഷ്ടപ്പെട്ടു, വസ്ത്രം നീങ്ങിക്കിടന്നു എന്ന് എഴുതിയിരിക്കുന്നു. തൽഫലമായി ഉണ്ടായ സംഭവം എന്താണ്? അവിടെ നമ്മൾ വായിക്കുമ്പോൾ നിരവധി കാര്യങ്ങളാണ്. ഈ ബോധം നഷ്ടപ്പെട്ട് കിടക്കുന്നവന് ഒരു കുഴപ്പമുണ്ട്. ഞാൻ ചോദിച്ചാൽ, അവൻ്റെ തെറ്റ് മറ്റെല്ലാവർക്കും അറിയാം, അവന് മാത്രം അറിഞ്ഞുകൂടാ. ഇതാ സുബോധമില്ലാത്തവൻ്റെ അവസ്ഥ. കർത്താവിനെ വരവെടുത്തിരിക്കുമ്പോൾ നമ്മൾ എങ്ങനെ ഇരിക്കുന്നു നമുക്ക് ശോധന ചെയ്യാം. എൻ്റെ തെറ്റ് എനിക്ക് മാത്രം അറിഞ്ഞുകൂടാ, ഭൂമിയിൽ എല്ലാവർക്കും അറിയാം. അതിനാണ് സുബോധമില്ല എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഏലിയുടെയും പുത്രന്മാരുടെ ചരിത്രം പഴയ നിയമത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏലിയുടെ മക്കൾ വെടിതെറ്റി നടന്നു, നാട്ടുകാർക്കെല്ലാം അറിയാം, അപ്പന് മാത്രം അറിഞ്ഞുകൂടാ. ഒടുവിൽ നാട്ടുകാരെല്ലാം പറഞ്ഞു പരത്തി ഏറ്റവും ഒടുവിലറിഞ്ഞ വ്യക്തിയാണ് ഏലി. അവനോ വളരെ സോഫ്റ്റായിട്ട്, മക്കളെ, ഈ ആളുകളൊക്കെ ഇങ്ങനെ പറഞ്ഞു പരത്തുന്ന ഒന്നും ഒത്ത നല്ലതല്ലല്ലോ, പാപത്തോട് എന്ത് രീതിയിൽ ഇടപെടും നോക്കിയാട്ടെ, വല്ല പ്രയോജനം ഉണ്ടായോ? ആ മക്കളും നശിച്ചു, ഒപ്പം സോഫ്റ്റ്നെസ് കാണിച്ചവനും മരിച്ചു. ശ്രദ്ധിക്കുക, ബോധം നഷ്ടപ്പെട്ടവൻ്റെ തെറ്റ് എല്ലാവർക്കും അറിയാം. ഇന്നാര് പറയുന്നത് തെറ്റ്, ഉപദേശം തെറ്റ്, ആ വാക്ക് തെറ്റ്, ആ പോക്ക് തെറ്റ്. പക്ഷേ എല്ലാവർക്കും അറിയാമെങ്കിലും ആ പ്രത്യേക വ്യക്തിക്ക് മാത്രം അറിഞ്ഞുകൂടാ.
വിശ്വാസികളും ശുശ്രൂഷകരുമായ ദൈവത്തിൻ്റെ സഭയെ, നമ്മുടെ തെറ്റുകൾ രണ്ടാമതൊരാൾ അറിയും മുമ്പേ നമുക്കറിയാൻ കഴിഞ്ഞാൽ നാം ഏറ്റവും ഭാഗ്യവാന്മാരാണ്. എൻ്റെ തെറ്റിനെ ആദ്യം മനസ്സിലാക്കുന്നത് ഞാനായി തീർന്നിരുന്നെങ്കിൽ ഞാനാണ് ഏറ്റവും വലിയ ഭാഗ്യവാൻ. അതുകൊണ്ടാണ് സങ്കീർത്തനം ചോദ്യം ചോദിച്ചിരിക്കുന്നു, തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ. അതിപ്രധാനമായ വാക്യമാണ്. ഒരു മനുഷ്യൻ തൻ്റെ റൂമിൽ ചുവരിൽ വലിയ അക്ഷരത്തിൽ തൻ്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാ. ഇന്ന് ലോകത്തിലെ സ്ഥിതി എന്താ? എല്ലാം തൻ്റെ തെറ്റുകൾ എനിക്കറിയാം എന്നാണ്. ലോകത്തിലുള്ള എല്ലാവരുടെയും തെറ്റ് എനിക്കറിയാം, എൻ്റെ തെറ്റ് മാത്രം എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, നീ ഉണരുക, മനസ്സന്തരപ്പെടുക. ഈ നോഹയ്ക്ക് വന്നതായ ഈ അരുതാത്ത അവസ്ഥ നിമിത്തം അവൻ്റെ സ്വന്തം മക്കൾ മുഖം പൊത്തുവാനിടയായി തീർന്നു. ദൈവജനമേ, കർത്താവിൻ്റെ ഒരു കള്ളനെ പോലെ സംഭവിക്കാറായിരിക്കുകയാൽ നമ്മുടെ ആരുടെയും സഭകളിലോ കുടുംബജീവിതത്തിലോ പ്രവർത്തന മേഖലകളിലോ ഇങ്ങനൊരു അവസ്ഥ വന്നുകൂടരുത്. നമുക്ക് പിറകെ വന്ന വിശ്വാസികൾ നമ്മളെ കണ്ട് മുഖം പൊത്തുവാൻ ഇടവരുത്തരുത്. നമുക്ക് പിറകെ വരുന്നൊരു ശുശ്രൂഷകർ നമ്മളെ കണ്ട് മുഖം പൊത്തുവാൻ ഇടവരുത്തരുത്. അഥവാ നാം സുബോധമായിരിക്കണം. നമ്മുടെ ജീവിതത്തിന് അമാതൃകൾ കണ്ട് അയ്യോ ഒരു പഴയ വിശ്വാസിയാണല്ലോ, അദ്ദേഹം ഇങ്ങനെയാണോ നടത്തിപ്പുകാരെ കുറിച്ച് പറയുന്നത്, അദ്ദേഹം ഒരു പഴയ വിശ്വാസിയാണല്ലോ, അയ്യോ സഭയിൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്, അദ്ദേഹം ഒരു പഴയ വിശ്വാസിയാണല്ലോ, ഓഫീസിലും ദേശത്തും ഇങ്ങനെയൊക്കെയാണല്ലോ കാട്ടിക്കൂട്ടിയത് എന്ന് പറയുവാൻ ഇടവരുത്തരുത്. നമ്മുടെ പുറകെ വരുന്ന വിശ്വാസികൾ മുഖം പൊത്തുവാൻ അവസരം കൊടുക്കരുത്. നമുക്ക് ശുശ്രൂഷകരും തങ്ങൾക്ക് പുറകെ വരുന്ന ശുശ്രൂഷകരുണ്ട്. അവരെപ്പോഴും മുൻപോട്ട് നോക്കുക, എന്നെക്കാൾ മുൻപേ വന്നവരാരാണ്, ഞാനൊരു ബ്രദറ്, മൂപ്പന്മാരാരാണ്, പാസ്റ്റർമാരാരാണ്, മുൻപോട്ടാ നോക്കുക. നോക്കുമ്പോൾ അയ്യോ ഞാൻ പ്രതീക്ഷിച്ച വിധമല്ലല്ലോ എന്ന് കണ്ട് മുഖം പൊത്തുവാൻ ഇടം കൊടുക്കരുത്. അതാണ് അതേ നോഹയുടെ അവസ്ഥ പഠിപ്പിക്കുന്നത്. ഹാം താൻ കണ്ട കാഴ്ച വെളിയിൽ ചെന്നു പറഞ്ഞു. അവൻ ശപിക്കപ്പെടാനൊരു കാരണം അതാണ്. വെളിയിൽ ചെന്നു പറഞ്ഞു. പറയാം, പക്ഷെ പറയുന്നതിന് ചില അതിരുകളുണ്ട്. അനേക വിശ്വാസികളെയും മക്കൾ കൂട്ടായ്മയെ വിട്ടും സത്യം വിട്ടും ശുശ്രൂഷകളുടെ ബന്ധം വിട്ടു പോകാനും പ്രധാന കാരണം മക്കളിരിക്കുമ്പോൾ അമ്മയപ്പന്മാർ കുറ്റം പറയും. വിശ്വാസികളുടെ സുവിശേഷ വേലക്കാരുടെ അനേകരുടെയും സ്ഥിരം പരിപാടിയാണ് ആരാധന കഴിഞ്ഞാൽ വീട്ടിൽ ചെന്ന ഒരു ചർച്ചാ സമ്മേളനം. ഇന്നാര് സാക്ഷി പറഞ്ഞത് കേട്ടില്ലേ, ഇന്നാളുടെ ആത്മാവ് നിറയുന്നത് കണ്ടില്ലേ, ഇന്നപാട് അന്യഭാഷ കേട്ടില്ലേ, കണ്ടില്ലേ ഭാഷ പ്രസംഗിച്ചത്, മതന്റെ പ്രാർത്ഥന വാചകം ശ്രദ്ധിച്ചില്ലേ, അതെല്ലാം അവിടെ ഒരു ചർച്ചാ സമ്മേളനമാണ്. പൊന്നു വിശ്വാസികളെ, നിന്റെ മക്കൾ നശിക്കരുതെന്നും നരകത്തിൽ പോകരുതെന്നും വല്ല താല്പര്യവും അണുവിടെ ഉണ്ടെങ്കിൽ ഒരു കാരണവശാലും നിങ്ങളോളം പ്രായവും പക്വതയും ചിന്തിപ്പാൻ വിയോജിപ്പാൻ അറിവില്ലാത്ത മക്കളുടെ സാന്നിധ്യത്തിൽ ഇതൊന്നും പറയരുത്. ഇനിയും ഒരു ഭാര്യയും ഭർത്താവിൻ്റെ കുറ്റം മക്കളുടെ കേൾക്കെ പറയരുത്. ഭർത്താവിനോട് എന്തെങ്കിലും ചൂണ്ടിക്കാണെങ്കിൽ ഭർത്താവിനോട് നേരിട്ട് മക്കളില്ലാത്തപ്പോൾ മാത്രം. തിരിച്ചും ഒരു ഭർത്താക്കന്മാരും ഭാര്യയുടെ കുറ്റം മക്കളുകൾക്ക് പറയരുത്. ഭാര്യയോട് ബുദ്ധിപദേശമോ തിരുത്തലുണ്ടോ, മക്കളാരും ഇല്ലാത്തപ്പോൾ പറയുക, നീ ഇന്ന സ്വഭാവം തിരുത്തിയാൽ നല്ലത്. അഥവാ ഹാം വെളിയിൽ ചെന്ന് പറഞ്ഞതുപോലെ അതിര് വിട്ടുള്ള പറച്ചിൽ കുടുംബത്തിലരുത്, സഭയിലരുത്. ശുശ്രൂഷകർക്കും ഉണ്ട് ചില അതിരുകൾ. അവർക്ക് പറയാനുള്ളത് പറയേണ്ട വ്യക്തിയോടല്ലാതെ അവരെ വിശ്വാസികളുമായി പങ്കിടുവാൻ പാടില്ല. അങ്ങനെ പങ്കിട്ടാൽ അത് അവരുടെ ആത്മീയത്തെ നശിപ്പിക്കുന്നതായിരിക്കും. നോഹയുടെ ചരിത്രം അതാണ് പഠിപ്പിക്കുന്നത്. എല്ലാറ്റിനും അതിനുണ്ട്, അതിര് വിടരുത്. അതേ ചാവാറായ ശേഷിപ്പ് പോലെ ബോധക്ഷയം സംഭവിച്ച ആത്മീയ അവസ്ഥയിലായിരുന്നാൽ ഈ വിധ തിന്മകളെല്ലാം കടന്നുകൂടും. ആകയാൽ മനസ്സാന്തരപ്പെടുക.
ഈ നോഹ ഇങ്ങനെയൊക്കെ കിടന്നെങ്കിലും പിന്നീട് ഇത് ഉണർന്നു. അപ്പോൾ എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയാമോ? അത് ഉണർന്നു, മകൻ ചെയ്തത് അറിഞ്ഞു. അത് നല്ല അല്ലേ? പക്ഷേ താൻ ചെയ്തത് അറിഞ്ഞു എന്ന് രേഖപ്പെടുത്തിയിട്ടില്ല. അവിടാണ് വലിയ പിശക്. അവൻ്റെ മകൻ അവൻ ചെയ്ത തെറ്റിനെ വെളിയിൽ ചെന്ന് പറഞ്ഞതായിട്ട് അവൻ അറിഞ്ഞു. പക്ഷേ അവൻ ചെയ്ത തെറ്റ് അവൻ അറിഞ്ഞിട്ടില്ല എന്ന് അറിഞ്ഞതായി രേഖപ്പെടുത്തിയിട്ടില്ല. ഇങ്ങനെ ചെയ്തിട്ട് തലമുറയെ ശപിച്ചിട്ട് വല്ല പ്രയോജനമുണ്ടോ? താൻ ചെയ്തത് താൻ അറിയാത്ത ഒരവസ്ഥ. മറ്റുള്ളവരറിഞ്ഞു, അവരെ കുറ്റം പറഞ്ഞതറിയാം, പക്ഷെ താൻ ചെയ്തത് തെറ്റാന്നറിയില്ല. ഒന്ന് വിശദമായി പറയാം. ഞാനൊരു തെറ്റ് ചെയ്തു, ഒരാൾ എടുത്തു പറഞ്ഞു, എനിക്കതിനെക്കുറിച്ച് വലിയ ആക്ഷനാണ്. അതങ്ങനെ പറയാൻ കൊള്ളാമോ? അങ്ങനെ എടുത്തു പറയാൻ കൊള്ളാമോ? ഇന്നാരെടുത്ത് പറയാൻ കൊള്ളാമോ? അങ്ങനെ പറഞ്ഞു നടക്കാൻ കൊള്ളാമോ? ശരിയാ, പറഞ്ഞു നടക്കാൻ പാടില്ല എന്നുള്ളത് ശരി. എന്നാൽ അപ്പോൾ തന്നെ എനിക്കങ്ങനെ വന്നല്ലോ എന്ന് ഞാൻ തന്നെ അറിയുന്നില്ല. ഇതാണ് ഓഹയുടെ പാഠം പഠിപ്പിക്കുന്നത്. അതേ, വീഞ്ഞു കുടിച്ച സുബോധം നഷ്ടപ്പെട്ടു. ഈ ഒരു അവസ്ഥയിൽ, ആത്മീയ അവസ്ഥയിലായിരുന്ന സർദീസിലെ സഭയോട് പറയുകയാണ്, ഉണർന്നുകൊള്ളുക, ചാവാറായ ശേഷിപ്പുകളെ നീ ശക്തീകരിക്കുക, മാനസാന്തരപ്പെടുക. ദൈവത്തിന് സ്തോത്രം. ഇതുപോലെ വീഞ്ഞു കുടിച്ച് ബോധം നഷ്ടപ്പെട്ട് കിടന്ന ഒരു വ്യക്തിയാണ് നാബാൽ. 1 ശമൂവേൽ 25-ാം അധ്യായത്തിൽ വായിക്കുന്നു. അതിന് 36-ാമത്തെ വാക്യം ഒന്ന് വായിച്ചാട്ട്. അബീഗയിൽ നാബാലിന്റെ അടുക്കലെത്തിയപ്പോൾ അവൻ തന്റെ വീട്ടിൽ രാജവിരുന്ന് പോലെ ഒരു വിരുന്ന് കഴിക്കുന്നത് കണ്ടു. നാബാലിന്റെ ഹൃദയം ആനന്ദത്തിലായി, അവന് നന്നാ ലഹരി പിടിച്ചിരുന്നു. അതുകൊണ്ട് അവൾ നേരം വെളുക്കും വരെ വിവരമൊന്നും അവനെ അറിയിച്ചില്ല. നാബാല് നല്ല രീതിയിൽ ലഹരി പിടിച്ച ബോധം നഷ്ടപ്പെട്ട് കിടക്കിയാൽ നേരം വെളുക്കും വരെ അവനൊന്നും അറിഞ്ഞിട്ടില്ല, അറിയിക്കാൻ പറ്റത്തുമില്ലായിരുന്നു. സംഭവിച്ചതൊന്നും അറിഞ്ഞിട്ടില്ല. എന്താണ് സംഭവിച്ചെന്നറിയാം? അവനെയും അവൻ്റെ ഭവനത്തുള്ളതായ ആൺപ്രജയെ മുഴുവനും കൊന്നുകളയുവാൻ ദാവീദ് തീരുമാനമെടുത്തു. പക്ഷേ അവൻ്റെ ഭാര്യയുടെ പക്ഷപാതത്താൽ ആ ഒരു വിപത്ത് ഒഴിവായിപ്പോയി. ഇതൊന്നും അവൻ അറിഞ്ഞിട്ടില്ല. സംഭവിച്ചതൊന്നും അറിഞ്ഞില്ലാത്ത അവസ്ഥയിൽ അറിയാതെ കഴിഞ്ഞുകൂടുന്നതായ അവസ്ഥ. പ്രിയ ദൈവമക്കളെ, കഴിഞ്ഞ കാലങ്ങളിൽ നമുക്ക് നേരിടാമായിരുന്ന അനവധി സംഭവങ്ങൾ ഒഴിഞ്ഞുപോയി, നാം അറിഞ്ഞിട്ടില്ലായിരിക്കാം. അത് അനേകരുടെ പക്ഷപാത നിമിത്തമായിട്ടാണ്. അനേക ഭർത്താക്കന്മാരുടെ ജീവിതത്തിൽ അനേക സംഭവങ്ങൾ ഒഴിഞ്ഞത് ഭാര്യമാര് കരഞ്ഞിട്ടാണ്. അനേക മക്കൾക്ക് വേണ്ടി അമ്മയപ്പന്മാർ കണ്ണീരൊഴുക്കിയത് കൊണ്ടാണ് പല സംഭവങ്ങൾ ഒഴിഞ്ഞു പോയത്. വിശ്വാസികളുടെ പ്രാർത്ഥനയാൽ, ശുശ്രൂഷകളുടെ പക്ഷപാതത്താൽ. പക്ഷേ ഇതൊന്നും അറിയാത്ത അവസ്ഥയിൽ ജീവിക്കുകയാണ്. എത്രയോ അപകടങ്ങൾ വരാമായിരുന്നു, എത്രയോ നഷ്ടം സംഭവിക്കാമായിരുന്നു, മരണം തന്നെയും നേരിടാമായിരുന്നു. എന്നാൽ നിങ്ങൾക്കും എനിക്കും വേണ്ടി കഴിഞ്ഞ കാലങ്ങളിൽ ആരൊക്കെയോ നബാലിന് വേണ്ടി അബിഗയിൽ എന്ന പോലെ പക്ഷപാതം ചെയ്തിട്ടുണ്ട്, പ്രാർത്ഥിച്ചിട്ടുണ്ട്, കണ്ണീരൊഴുക്കിയിട്ടുണ്ട്, ഉപവസിച്ചിട്ടുണ്ട്, കരുണ കാണിക്കണമേ, സൂക്ഷിക്കണമേ, ക്ഷമിക്കണമേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ നാം അത് അറിയാതിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ശുശ്രൂഷകരും ഈ വിഷയത്തെ അറിയാത്തവരുണ്ട്. അനേക ശുശ്രൂഷകരും അവരുടെ നിലനിൽപ്പിന് വേണ്ടി അനേക കൂട്ടുപേരക്കാരുടെ അപസ്തരോചിതമായ പക്ഷപാതമാണ്. പക്ഷെ അറിയുന്നില്ല. എന്നെ സാമർത്ഥ്യം കൊണ്ടോ കഴിവ് കൊണ്ടോ ടാലന്റ് കൊണ്ടോ ഞാൻ നിൽക്കുന്നു എന്ന് തോന്നുന്നവരുമുണ്ട്. അക്ഷരികമായി ഉള്ള അപകടങ്ങൾ, പിന്മാറ്റം, പാപത്തിൽ വീഴുക, പിശാചുകളിൽ അകപ്പെടുക, വിശുദ്ധന്മാരുടെ കൂട്ടായ്മയിൽ നിന്ന് തെറിച്ചു പോകുക, ആദിയായ ആത്മീയവും ശാരീരികവുമായ അനവധി അപകടങ്ങൾ ഒഴിഞ്ഞു പോയത് കൂട്ടുപേരക്കാരുടെ പ്രാർത്ഥന കൊണ്ടാണ്. അനേക ശുശ്രൂഷകർക്ക് വേണ്ടിയുള്ള വിശ്വാസികളുടെ പ്രാർത്ഥന കൊണ്ടാണ്. മേൽ നടത്തിപ്പുകാർത്തങ്ങൾ കീഴേ ഉള്ളതായ ശുശ്രൂഷകർക്ക് വേണ്ടി ദൈവസന്നിധിയിൽ പക്ഷപാതം ചെയ്തത് കൊണ്ടാണ്. പക്ഷേ അനേകരും അത് അറിയാതിരിക്കുന്നു. അതുകൊണ്ടാണ് ചാവാറായ ശേഷിപ്പുകളെ നീ ഉണർന്നുകൊള്ളുക, അഥവാ നീ ഇത് തിരിച്ചറിഞ്ഞുകൊള്ളുക എന്നെഴുതിയിരിക്കുന്നത്. ഇവിടെ നാബാലിനെ കുറിച്ച് വായിക്കുമ്പോൾ
അവൻ നേരം വെളുക്കും വരെ അറിഞ്ഞില്ല എന്നാണ്. ഈ നേരം വെളുക്കുക എന്നുള്ളത് കർത്താവിൻ്റെ വരവിനെയും കൂടെ കാണിക്കുകയാണ്. ഈ വിധത്തിൽ സംഭവിച്ചതെന്നും അറിയാതെ, നമ്മുടെ ആത്മീയ നിലവാരം അറിയാതെ, ദൈവം ഇടപെടുന്നതും സംസാരിക്കുന്നതും ഒന്നും തിരിച്ചറിയാതെ നാം ജീവിക്കുന്നെങ്കിൽ അതേ നാം ഉണരേണ്ട ഒരു സമയം ഇപ്പോഴാണ്. നേരം വെളുക്കും വരെ കാത്തിരിക്കരുത്. കർത്താവ് വരുന്നവരെ ഉണരാൻ കാത്തിരിക്കേണ്ട, ഇപ്പോഴാണ് ഉണരേണ്ടത്. നാബാൽ ഉണർന്നു നേരം വെളുത്തപ്പോൾ, പക്ഷേ ഒരു പ്രയോജനം ഉണ്ടായില്ല. തുടർന്ന് അവൻ കേട്ട വാർത്തയുടെ ആഘാതം മൂലം ഹൃദയം കല്ലിച്ച് നിർജീവനായി. നേരം വെളുത്ത് ഉണർന്നിട്ട് പ്രയോജനം സിദ്ധിച്ചില്ല. ഇതുപോലെ കർത്താവ് വന്നതിന് ശേഷം ഉണർന്നിട്ട് പ്രയോജനമില്ല. ഉണരേണ്ടത് ഇപ്പോഴാണ്. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കാൻ കള്ളനെ പോലെ പോലും നീ ഉണർന്നു കൊള്ളുക. ഈ സുബോധമില്ലായ്മ ഒരു പ്രതികരണ ശേഷിയില്ലാത്ത അവസ്ഥയാ. സദൃശ്യവാക്യങ്ങൾ 23-ാം അധ്യായം 35-ാമത്തെ വാക്യത്തിൽ വായിക്കുമ്പോൾ പ്രതികരിക്കാൻ കഴിയാത്ത അവസ്ഥ വായിക്കണം. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. ഞാൻ എപ്പോൾ ഉണരും? ഞാൻ ഇനിയും അത് തന്നെ തേടുമെന്ന് നീ പറയും. ഇവിടെ എഴുതിയിരിക്കുന്നത് പ്രതികരണശേഷിയില്ല, സെൻസേഷൻ നഷ്ടപ്പെട്ടു പോയി. അവരെന്നെ തല്ലി, ഒന്നുകൂടെ വായിച്ചേ. അവർ എന്നെ അടിച്ചു, എനിക്ക് നൊന്തില്ല. അവർ എന്നെ തല്ലി, ഞാൻ അറിഞ്ഞതുമില്ല. അതാണ്. എന്തുകൊണ്ട് അറിഞ്ഞില്ല? സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നു. ദൈവം നമ്മളെ ശാസിക്കുകയും ശിക്ഷിക്കുകയും ഉണർത്തുകയും ചെയ്തിട്ടും ഉണരാൻ കഴിയാതിരിക്കുന്നെങ്കിൽ അത് ഗൗരവമായ ഒരു അപകടസ്ഥിതിയാണ്. ചിലപ്പോൾ തന്റെ വചനത്തിലൂടെ ഇടപെടും. ചിലപ്പോൾ നടത്തിപ്പുകാരാൽ ഒരു തല്ലോ ഒരടിയോ കിട്ടിയെന്ന് വരും. ചിലപ്പോൾ സഹവിശ്വാസികളാൽ അവർ ദർശനവും വെളിപ്പാടുകളും ഉണർത്തിയെന്ന് വരും. കുടുംബത്തിലുള്ളവർ തന്നെയും നമ്മോട് അവർ മൂലമായി ദൈവം ഇടപെട്ടു എന്ന് വരും. ചിലപ്പോൾ ഒരു നഷ്ടത്തിലൂടെയോ കഷ്ടത്തിലൂടെയോ രോഗത്തിലൂടെയോ അപകടത്തിലൂടെയോ ദൈവം ഇടപെട്ടെന്ന് വരും. എഴുതിയിരിക്കുന്നത് എന്നെ തല്ലി എനിക്ക് നൊന്തില്ല, അടിച്ചിട്ടും ഞാൻ അറിഞ്ഞില്ല. എഴുതിയിരിക്കുന്നത് ഞാൻ ഇനി എപ്പോൾ ഉണരാനാ? ഞാൻ ഇനി ആ പഴയതുപോലെ തന്നെ ജീവിക്കും. പ്രിയ വിശ്വാസികളായ ദൈവമക്കളെ, കർത്താവ് പറയുന്നു, ഞാൻ കള്ളനെ പോലെ വരും, നീ ഉണർന്നു കൊള്ളുക. ചാവാറായ ശേഷിപ്പിനെ പോലെ ആയിരിക്കുന്ന അവസ്ഥയിൽ നിന്ന് നീ ഉണർന്നു കൊള്ളുക എന്ന് അവിടെ നമുക്കൊരു പ്രബോധനം ലഭിക്കുകയാണ്. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മൾ ഇടപെടുകയും ഉണർത്തുകയും ചെയ്യുമ്പോൾ, ഉണർന്നിരുന്നാൽ നമ്മുടെ കർത്താവ് വരുമ്പോൾ അവനവനും കാണപ്പെടാൻ കഴിയും. ആ സഭയോട് തുടർന്ന് പറയുന്നതായ ഒരു സംഗതി കൂടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നു. എന്താണത്? നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തെന്ന്. ആകയാൽ നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്തത് എങ്ങനെയെന്നോർത്ത് അത് കാത്തുകൊള്ളുകയും മാനസാന്തരപ്പെടുകയും ചെയ്യുക. ഇവിടെ എഴുതിയിരിക്കുന്നത് ശാവാറായ ശേഷിപ്പുകൾ ശക്തീകരിക്കണം എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്, നീ പ്രാപിച്ചത് എന്തെന്ന് നീ ഒന്ന് ഓർക്കണം. അല്ലെങ്കിൽ ഒരു സമയത്ത് നീ പ്രാപിച്ചതും നിനക്കുണ്ടായിരുന്നതുമായ അനുഭവങ്ങളെ ഓർക്കണം. അല്ല ഞാൻ കള്ളനെ പോലെ വരും, നീ ഉണരാതിരുന്നാൾ കണ്ണനെ പോലെ വരും, ഏത് നാഴികയ്ക്ക് നിലവിൽ വരുമെന്നറിയുന്നില്ല. നാം തിരിഞ്ഞു നോക്കുമ്പോൾ ഓർക്കേണ്ട സംഗതികൾ ധാരാളമാണ്. നമ്മുടെ ആത്മീയ ജീവിതത്തിൻ്റെ തുടക്കത്തിൽ, ഒരു വിശ്വാസിയുടെ ക്രിസ്തീയത്തിന് തുടക്കത്തിൽ, ഒരു ശുശ്രൂഷകന്റെ ശുശ്രൂഷയുടെ തുടക്കത്തിൽ ഉണ്ടായിരുന്നതും ഇപ്പോൾ ഇല്ലാത്തതുമായ കാര്യങ്ങൾ കുറിച്ച് ഒരു അവബോധം ഉണ്ടാകണ്ടായോ? ഒന്ന് ഓർക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ഉണ്ടായിരുന്നു, ഒട്ടേറെ കാര്യങ്ങൾ പറയാനുണ്ട്. ഏതാനും കാര്യങ്ങൾ ശ്രദ്ധപ്പെടുത്തുന്നു. ഒന്ന്, നമ്മുടെ ക്രിസ്തീയത്തിന് തുടക്കത്തിൽ ഭൂരിപക്ഷത്തോടൊപ്പം അല്ലായിരുന്നു, ന്യൂനപക്ഷമെങ്കിലും സത്യത്തിനും നീതിക്ക് വേണ്ടി നിൽക്കുന്നവരോടൊപ്പമായിരുന്നു നാം. അങ്ങനെയാണ് ദൈവമക്കൾ അനേകരും ഈ അവസ്ഥയിൽ വന്നത്. ഭൂരിപക്ഷം നോക്കിയല്ല, കൂടുതൽ പേരെന്തു പറയുന്നു. എന്നാൽ സത്യം എന്താണെന്ന് മനസ്സിലായപ്പോൾ നാം ഇറങ്ങി പുറപ്പെട്ടു. വില കൊടുക്കാൻ തയ്യാറായി. ഇന്നലെ ഒരു ശുശ്രൂഷകൻ മാർത്താണ്ഡത്തിനപ്പുറത്തുള്ള സുനാമി ബാധിത പ്രദേശങ്ങളിൽ കുളച്ചൽ ആ ഭാഗത്തുള്ള ഒരനുഭവം പറഞ്ഞു. അവിടെ ഏറെക്കുറെ 500 കുടുംബമുള്ളതിൽ 1-2 കുടുംബം മാത്രം സത്യത്തിന് വേണ്ടി നിലനിന്ന കഥ.
സുനാമി ബാധിച്ച് എല്ലാം നഷ്ടപ്പെട്ട് ഗവൺമെൻറ് സഹായങ്ങൾ പ്രഖ്യാപിച്ചു. ലോകമെമ്പാടും സഹായ ഹസ്തം നീട്ടപ്പെട്ടു ഒഴുകി. എന്നാൽ അവിടെ ഉള്ളവരെല്ലാം ഒരു തീരുമാനമെടുത്തു, അതെ, നമ്മുടെ പള്ളിയിലും സ്ഥാനങ്ങളിലും വന്ന നമ്മളോടൊപ്പം നിൽക്കുന്നവർക്ക് മാത്രം ഇതെല്ലാം കൊടുക്കാൻ സമ്മതിച്ചാൽ മതി, അല്ലാത്ത ആർക്കും കൊടുക്കണ്ട. 500 കുടുംബങ്ങളിൽ 498 കുടുംബങ്ങൾ ഒരു ഭാഗത്ത്, 2 കുടുംബം മാത്രം മറുഭാഗത്ത്. സത്യത്തിന് വേണ്ടി നിന്നു. ഒറ്റപ്പെടുത്തപ്പെട്ടു, സഹായം നിഷേധിക്കപ്പെട്ടു. അവരാരെയും ആ വീട്ടിലാരും പ്രവേശിക്കുകയില്ല, അവരോടൊത്ത് ആരും യാത്ര ചെയ്യുകയില്ല, അവരോടാണ് സംസാരിക്കുകയില്ല, സമൂഹത്തിൽ അവർക്ക് നന്മ ചെയ്യുകയില്ല, ഒരു തൊഴിൽ ചെയ്യുവാനോ സമ്പാദിപ്പാനോ അനുവദിക്കുകയില്ല, അവരൊരു സാധനം വിൽക്കാൻ കൊണ്ടുവന്നാൽ വാങ്ങിക്കാൻ ആളില്ല. നാടൻ ഒരു വിലക്ക് എന്ന് പറയാം. എങ്കിലും ആ 2 കുടുംബങ്ങൾ എന്ത് വില കൊടുത്തും സത്യത്തിനായി നിൽക്കുവാൻ തയ്യാറായി. ഇതായിരുന്നു നമ്മുടെ തുടക്കത്തിൽ. ആളും ഭൂരിപക്ഷം നോക്കിയല്ല, സത്യത്തിൽ നീതിക്ക് വേണ്ടി ഒറ്റപ്പെട്ടായാലും ശരി അവർ കൂടെ നിൽക്കുക. എന്നാൽ ഇന്നെങ്ങനെയാ? 10 പേര് പറയുന്നിടത്ത് അങ്ങോട്ട് ചായും. അതിനിപ്പുറത്താണ് ഭൂരിപക്ഷം 20 പേരാണെങ്കിൽ ഇവരോട് സോറി എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ചായും. നമ്മുടെ ആത്മീയത്തിന് തുടക്കത്തിൽ സത്യമേത്, നീതി ഏത്, അതിനു വേണ്ടി നാം നേരെ നിന്നവരായിരുന്നു. അതാണ് ആത്മീയ. വെളിപ്പാട് പുസ്തകം 2-ാം അധ്യായം 13-ാമത്തെ വാക്യത്തിൽ അവിടെ നാം വായിക്കുമ്പോൾ, നീ എവിടെ പാർക്കുന്നുവെന്നും സാത്താന സുഖവാസനുള്ള ഇടത്താണെന്ന് ഞാൻ അറിയുന്നു, എങ്കിലും നീ എൻ്റെ നാമം മുറുകെ പിടിച്ചിരിക്കുന്നു. നിങ്ങളുടെ ഇടയിൽ സാത്താൻ പാർക്കുന്നിടത്ത് തന്നെ എൻ്റെ സാക്ഷ്യം വിശ്വസ്തനുമായ അന്തിപ്പാസിനെ കൊന്ന കാലത്ത് പോലും നീ എങ്കിലുള്ള വിശ്വാസം നിഷേധിച്ചിട്ടില്ല. ഇതാണ് നമ്മുടെ ആദ്യ അനുഭവം. നമ്മുടെ ആദ്യ അനുഭവത്തിൽ ഇന്ന് കാണപ്പെടുന്നുവോ എന്ന് നമുക്കൊന്ന് ഓർക്കാം. ലൂക്കോസ് 12:32 യേശു പറഞ്ഞിരിക്കുന്നത്, ചെറിയ ആട്ടുംകൂട്ടമേ ഭയപ്പെടേണ്ട, പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു. നമ്മുടെ ജീവിതത്തിന് തുടക്കത്തിൽ സത്യത്തിന് നീതിക്ക് വേണ്ടി നാം ഒറ്റയ്ക്ക് നിൽക്കുവാനും തയ്യാറായ കാലഘട്ടത്തിലേക്ക് മടങ്ങി വന്നില്ല എന്ന് വരികിൽ ഇനി നമുക്ക് മുൻപോട്ട് നിലനിന്ന് കർത്താവിനെ എതിരേൽപ്പാൻ സാധിക്കാതെ വരും. കാരണം ബഹുഭൂരിപക്ഷം മറുഭാഗത്തേക്ക് ചായുന്നൊരു കാലം വരികയാണ്. ഇപ്പോൾ നാം കുറച്ചു മുമ്പ് കേട്ടതുപോലെ ക്രൈസ്തവ ലോകത്തിൽ വിശ്വാസത്യാഗം സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനി പെന്തക്കോസ്ത് ലോകത്തിലോ പണം 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 പണത്തിന് വേണ്ടിയാണ് പെന്തക്കോസ്ത് ലോകം നിലനിൽക്കുന്നത്. ഇന്ന് വരെ ആര് പ്രസംഗിച്ചാലും നിങ്ങൾക്ക് പണം കിട്ടും, കാറ് കിട്ടും, വീട് കിട്ടും, ഗൾഫിൽ പോകും, അമേരിക്കയിൽ പോകും, ഇംഗ്ലണ്ടിൽ പോകും. അതുതന്നെ. യേശുവിനെ സ്വീകരിക്കാൻ പറയാൻ ആരുമില്ല. പണത്തെക്കുറിച്ചുള്ള പ്രസംഗം, പണം വർദ്ധിക്കും, അഭിവൃദ്ധിപ്പെടും, ഇതാണ് പ്രധാനമായും പറയുന്നത്. അതിനുവേണ്ടി വചനവിരുദ്ധമായ ഏത് വേഷം കെട്ടാനും ഇന്ന് അനേകരും തയ്യാറാവുകയാണ്. പണസമ്പാദനത്തിനായി മറ്റുള്ളവരെ പണക്കാരാക്കുവാൻ. അപ്പോൾ ചോദിക്കും, ഈ പണം അത്ര മോശമായ കാര്യമാണോ? പണമുണ്ടാകാൻ പ്രാർത്ഥിച്ചുകൂടായോ? സമ്പത്തുണ്ടാകാൻ അത്ര വലിയ തെറ്റും പാവുമാണോ? അത് ദൈവം തരുന്നതല്ലേ? എന്നാൽ ഒരു കാര്യം മനസ്സിലാക്കണം, പഴയ നിയമകാലത്ത് അബ്രഹാം സമ്പന്നനായിരുന്നു, യോബ് സമ്പന്നനായിരുന്നു, ദാവീദ് സമ്പന്നനായിരുന്നു, ശലോമോൻ വലിയ സമ്പന്നനായിരുന്നു. അതിന് കാരണമുണ്ട്, അന്ന് ദൈവം അവർക്കെല്ലാം ഭൗതിക സമ്പത്ത് ധാരാളം കൊടുത്തു. അതിന് മറുവശം, അക്കാലങ്ങളിൽ ദൈവത്തിന് ജനം ജാതികളുടെ മധ്യ ജീവിക്കുകയും അന്യജാതികളുമായി ഉപദേശപരമായ വലിയൊരു ഒരു വെല്ലുവിളിയിൽ കഴിയുകയായിരുന്നു. ജാതികൾക്കെല്ലാം വിശ്വാസം ഭൗതിക സമ്പത്ത് തരും ദേവന്മാരാണ് ശക്തന്മാർ. സന്താനലബ്ധി, കൃഷി അഭിവൃദ്ധി, മൃഗസമ്പത്ത് ഇത്യാദി കാര്യങ്ങൾ ഒക്കെ തരുന്നതായ ദേവനാണ് യഥാർത്ഥ ദേവൻ. ഇതാണ് ജാതികൾ. ഈ ജാതികളുടെ മധ്യേ ജീവിക്കുമ്പോൾ ദൈവത്തിന് ജനം സേവിക്കുന്ന യഹോവയാണ് സത്യദൈവമെന്ന് തെളിയിക്കപ്പെടാൻ വേണ്ടി, ജാതികൾക്ക് ബോധ്യം വരാൻ വേണ്ടി തൻ്റെ ഭക്തന്മാർ ദൈവം കണക്കറ്റ് അനുഗ്രഹിച്ചു. എന്നാൽ പഴയ നിയമം കഴിഞ്ഞ് പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ നാം എന്താണ് വായിക്കുന്നത്? യേശു പറയുന്നു, തനിക്കുള്ളതൊക്കെയും വിട്ടുപിരിയുന്നില്ല എങ്കിൽ ഒരുവനെ ശിഷ്യനായിരിക്കാൻ കഴിയില്ല. എന്നെക്കാളധികം അപ്പനെയോ അമ്മയോ സഹോദരോ സഹോദരിയോയോ ആരെയും സ്നേഹിക്കുന്നവനെ ശിഷ്യനായിരിക്കാൻ കഴിയുകയില്ല.
തന്റെ ജീവനെയും കൂടെ പകച്ച് ക്രൂശെടുത്തോടെ പിൻപറ്റാത്ത വിശ്രമം കഴിയുകയില്ല. ഒരുവൻ വന്നപ്പോൾ യേശുവിനെ പറഞ്ഞത്, നിനക്ക് നിത്യജീവനെ പ്രാപിക്കുവാൻ നിനക്കുള്ളതെല്ലാം വിറ്റിട്ട് വെറും കൈയായിട്ട് വാ. അവൻ ദുഃഖിതനായി പോയി. പുതിയ നിയമം സമ്പത്തിന് വർധനവേ പഠിപ്പിക്കുകയല്ല, പിന്നെയോ പുതിയ നിയമം ഒരു വിശ്വാസുടാകെ സമ്പത്ത് യേശു മാത്രം. കുമാരപ്രസന്റെ പാസ്റ്റർ ആലപിച്ച ഗാനം ഒന്നുകൂടെ ഒന്ന് പാടിക്കാൻ ആഗ്രഹിക്കുകയാണ്. യേശു മതി എനിക്ക്, യേശു മതി എനിക്ക്, യേശു മാത്രം മതി എനിക്ക്, യേശു മാത്രം മതി വിശ്വാസി ആകെ സമ്പാദിക്കേണ്ട സമ്പാദ്യം അവൻ യേശുവിനെ സമ്പാദിച്ചു. അതുകൊണ്ട് അവൻ ലജ്ജിക്കുകയില്ല. യേശുവിനെ സമ്പാദിക്കൂ, നിന്റെ ആവശ്യമായതെല്ലാം ദൈവത്തിന്റെ പുറകെ തന്നുകൊള്ളും. നാം നിങ്ങളോട് പ്രസംഗിക്കുന്നത്, നീ കടഭാരമുള്ളവനോ നിനക്ക് ആവശ്യം യേശുവിനെയാണ്, രോഗിയോ യേശുവിനെയാണ് ആവശ്യം. അതെ, നിനക്ക് ജോലിയില്ലയോ, നിന്റെ ബിസിനസ് നഷ്ടത്തിലാണോ, നിനക്ക് പറയാനുള്ളത് എനിക്ക് യേശുവിനെയാണ് വേണ്ടത്. യേശുവിനെ സ്വന്തമാക്കുമ്പോൾ ദൈവത്തിന്റെ ഹിതപ്രകാരം വേണ്ടുന്നതെല്ലാം അതോട് ചേർത്ത് തന്നിരിക്കും. ഒരു കാലത്ത് ക്രിസ്തുവിന്റെ തുടക്കത്തിൽ യേശു മാത്രമാണ് സമ്പത്ത് പറഞ്ഞൊരു കാലമുണ്ടായിരുന്നു. ഭൂരിപക്ഷത്തിന്റെ ഭാഗത്തല്ല, അതെ, ന്യൂനപക്ഷത്തിന്റെ ഭാഗത്ത് സത്യത്തിന് നീതിക്ക് വേണ്ടി നിലനിന്നു. നമുക്ക് ആ നിലയിലേക്ക് മടങ്ങി വരാം. രണ്ടാമത്, വിശ്വാസത്തെയും ക്രിസ്തുവിനെയും പരസ്യമായി ഏറ്റുപറയുന്നവരും ലജ്ജിക്കാത്ത സാക്ഷികളുമായിരുന്നു. നമ്മുടെ വിശ്വാസത്തെയും സത്യത്തെയും നാം പരസ്യമായി ഏറ്റുപറയണം. നാം കർത്താവിന് വേണ്ടി ഒരു ലജ്ജിക്കാത്ത സാക്ഷിയായിരിക്കണം. സ്തോത്രം. ഇന്ന് അനേകർക്കും ആ കാര്യങ്ങളിൽ ആരംഭത്തെക്കാൾ വീഴ്ച വന്നിരിക്കുന്നു. എവിടെ 10 പേരെ കണ്ടാലും ഒരു പരസ്യവും നടത്താനുള്ള പ്രവണത. എന്ന് ഒരു ബന്ധുവീട്ടിൽ വിവാഹത്തിന് പോയാലും ഞാൻ പിൻപറ്റിയ സത്യമനേകർ അറിയണമെന്നുള്ള ഭാരത്തോടെ പറയുന്നൊരു സ്വഭാവം. എന്നാൽ ഇന്ന് വിശ്വാസ സത്യങ്ങളെയും പരസ്യമായി ഏറ്റുപറയുവാൻ അതേ തയ്യാറാവുന്നില്ല. എവിടെയും ക്രിസ്തുവിനെ ലജ്ജിക്കാത്തൊരു സാക്ഷിയായിരിക്കാൻ കഴിയുന്നില്ല. ഒന്നുകൂടെ തുറന്ന് പറഞ്ഞാൽ, ബൈബിൾ കൊണ്ടു നടക്കുന്നതിൽ പോലും പോരായ്മ കണ്ടെത്തുന്ന ഒരു തലമുറയും ഇതിനിടയിൽ ഉണ്ടായി വരുന്നുണ്ട്. സമൂഹത്തിൽ പെന്തക്കോസ്തുകാരനാണെന്ന് പറയാൻ മടിക്കുന്നവർ പോലും ഇടക്കാലങ്ങളിൽ എഴുന്നേറ്റ് വരുന്ന തലമുറയിൽപ്പെടുന്നു. ശ്രദ്ധിക്കുക, ക്രിസ്തീയതത്തിന് തുടക്കം അവനൊന്നാമത് പരസ്യമായി ഏറ്റുപറയുകയും കർത്താവിന് വേണ്ടി ഏത് സ്ഥലത്തും ഏത് സമയത്തും ലജ്ജിക്കാത്ത സാക്ഷിയായി നിന്നു. ലൂക്കോസ് 12:8 വാക്യത്തിൽ, മനുഷ്യരുടെ മുൻപിൽ എന്നെ ഏറ്റുപറയുന്നതിൻ്റെ പേര് ഞാനും എൻ്റെ പിതാവിന് മുൻപാകെ ഏറ്റുപറയും. സ്തോത്രം. യേശുദാണ് പറഞ്ഞിരിക്കുന്നത്. 2 തിമോഥെയോസ് 1-ാം വാക്യത്തിൽ അവിടെ വിശുദ്ധ പൗലോസ് എന്താണ് പറഞ്ഞിരിക്കുന്നത്? ഇതൊക്കെ നിമിത്തം, അത് നിമിത്തം തന്നെ ഞാൻ ഇതൊക്കെയും സഹിക്കുന്നു. മതി, ഇതൊക്കെ നിമിത്തം ഞാൻ ഇതൊക്കെ സഹിക്കുന്നു. അടുത്ത വാചകം, എങ്കിലും ലജ്ജിക്കുന്നില്ല. ഞാൻ എത്രയോ താഴ്ചയിൽ, അപമാനത്തിൽ, ഉപദ്രവങ്ങളിൽ നടത്തപ്പെടുന്നെങ്കിലും എൻ്റെ യേശു നിമിത്തം ഞാൻ ഇതെല്ലാം സഹിക്കുകയും ലജ്ജിക്കുന്നില്ല. അതേ പ്രിയമുള്ളവരെ, നീ അങ്ങനെ ഒരു ആത്മീയ അവസ്ഥ ആദ്യകാലത്തുണ്ടായിരുന്നത് നഷ്ടപ്പെട്ടു പോകുന്നതിനെ ഓർത്ത് അതിലേക്ക് മടങ്ങുക. മറ്റൊന്ന്, വചനം കേൾക്കുക മാത്രമല്ല, അത് കാത്തുകൊള്ളുന്ന അനുഭവം അഥവാ പ്രായോഗിക ജീവിതത്തിലാക്കുന്ന അനുഭവം ഉണ്ടായിരുന്നു. യാക്കോബ് 1:22 വചനം കേൾക്കുക മാത്രമല്ല ചെയ്യുന്നവരായിരിപ്പീനെന്ന് അപ്പോസ്തലൻ ഓർപ്പിച്ചിരിക്കുന്നു. ദൈവത്തിന്റെ വചനം കേൾക്കുക കേൾക്കുക കേൾക്കുക. ഇപ്പോഴത്തെ പ്രവണത ഏതാ? പ്രസംഗം എവിടെല്ലാം ഉണ്ടോ അവിടെല്ലാം പോകുക. ഇരിക്കുന്ന സഭയിൽ പ്രസംഗം കേൾക്കുക, അപ്പുറത്ത് അവിടെ പോയി കേൾക്കുക. നിൽക്കുന്ന സഭയും ഇടവും വരെയുള്ള സഭകൾ എവിടെല്ലാം ഉണ്ടെല്ലാം പോയി കേൾക്കുക. വീടുകളിൽ സീഡികളിട്ട് കേൾക്കുക. പ്രസംഗം വചനങ്ങൾ അങ്ങ് കേൾക്കുക. പക്ഷേ അടുത്ത കാര്യമോ? ആ പറയുന്ന കാര്യങ്ങൾ എനിക്കൊന്ന് ജീവിതത്തിൽ പ്രാവർത്തികമാക്കണമല്ലോ എന്നുള്ള ഒരു ചിന്ത ഉള്ളിൽ. കേൾക്കുക കേൾക്കുക കേൾക്കുക. ക്രിസ്തുവിധത്തിൻ്റെ തുടക്കം ഒരു വചനം കേട്ട ഉടൻ ഉള്ളിൽ എനിക്ക് ഇതുപോലെ ജീവിക്കണമല്ലോ. ഉടൻ നിങ്ങൾ ഏറ്റവും ബദ്ധ വൈരിയെ
കണ്ടാൽ പോലും യേശു ഒറ്റിക്കൊടുക്കുമെന്ന് യൂദായെ ചുംബിച്ച് സ്നേഹിതായി എന്ന് വിളിച്ചില്ലേ? നമ്മൾ ബദ്ധശത്രുവിനെ പോലും കാണുമ്പോൾ ചുംബനം കൊടുത്ത് അവരുടെ യാതൊരു വിരോധവും പ്രകടിപ്പിക്കാതെ സ്നേഹിക്കാൻ കഴിയണം എന്ന് കേട്ടാൽ ഉടനെ മനസ്സിൽ ശരി, ഞങ്ങൾ ചെല്ലട്ടെ. അങ്ങേ വീട്ടിലെ ആൻഡ്രൂവിനെ കാണുമ്പോൾ നാളെ രാവിലെ തന്നെ അവനെ പിടിച്ച് ചുംബനം ചെയ്ത അവൻ ഭയങ്കര ദ്രോഹം ചെയ്തവനാ എങ്കിലും അത് പാലിക്കണം. ഉടനെ തീരുമാനം എടുത്തു കഴിഞ്ഞു. കേട്ട ഉടനെ തീരുമാനിച്ചു കഴിഞ്ഞു. എല്ലാ യോഗത്തിനും കഴിയുമ്പോൾ കൃത്യമായിട്ട് വരണം. നമ്മുടേതായ അലസത കൊണ്ട് താമസിക്കരുത് എന്നൊരു ദൈവദാസൻ പറഞ്ഞാൽ ആട്ടെ, അടുത്ത ആഴ്ച എനിക്ക് കൃത്യമായിട്ട് വരണം. ഏത് കാര്യവും കേട്ടാൽ ഉടൻ എനിക്കിതുപോലെ അനുസരിക്കണം എന്ന ചിന്ത. ഇന്നങ്ങനെയല്ല. കേൾക്കുക കേട്ടുകൊണ്ടേയിരിക്കുക, വിട്ട് കളയുക. നമ്മുടെ ആരംഭ അനുഭവം അങ്ങനെയായിരുന്നു. മറ്റൊന്നാണ്, മാനസാന്തരം ഒരു തുടർമാനമായ അനുഭവമായിരുന്നു. അവിടെ എഴുതിയിരിക്കുന്നത്, ദൈവസഭയോട് എന്താ പറഞ്ഞിരിക്കുന്നത്? വെളിപ്പാട് 3-ാമത്തെ വാക്യത്തിൽ മാനസാന്തരപ്പെടുകയും ചെയ്യുക. ആരോടാ? രക്ഷിക്കപ്പെട്ടവരും സ്നാനപ്പെട്ടവരും അഭിഷേകം പ്രാപിച്ചവരും വളരെ പ്രശസ്തരും പ്രഗത്ഭന്മാരുമായ അപ്പോസ്തലന്മാരാൽ നടത്തപ്പെടുന്നവരോ സഭയോട് പറയുകയാണ് മാനസാന്തരപ്പെടുക. മാനസാന്തരം ഒരു തുടർമാനവുമായിരുന്നു, ഒരിക്കൽ മാത്രമല്ല. ഇന്നെങ്ങനെയാണ്? ഞാൻ പണ്ടേ ഒന്ന് മാനസാന്തരപ്പെട്ടു, പിന്നെ വർഷവും തീയതിയും എല്ലാം നല്ല ഓർമ്മയാണ്. ഇപ്പോൾ മാനസാന്തരം വേണ്ട. നമ്മുടെ ആരംഭ അനുഭവത്തിൽ ഓർത്തു നോക്കിയാൽ എപ്പോഴും ഒരു മാനസാന്തരത്തിന് അനുഭവം. ദൈവം എങ്ങനെയെങ്കിലും ഉണർത്തിയാൽ, വചനം കേട്ടാൽ, സാക്ഷ്യത്തിൽ ഇടപെട്ടാൽ, പാട്ടിൽ ഇടപെട്ടാൽ, ദർശനം കേട്ടാൽ, ഒരു പ്രവചനം കേട്ടാൽ, ആരിലൂടെയെങ്കിലും ദൈവം ഇടപെട്ടാൽ മാനസാന്തരപ്പെട്ടുകൊണ്ടേയിരിക്കുക. അതിനൊരിക്കലും നിർത്തലില്ല. അതിനൊരു നിർത്തലില്ല. ഹൃദയം എങ്ങനെയായിരുന്നു? എല്ലായ്പ്പോഴും എസ്സീലെ 66-ാം അധ്യായം 2-ാം വാക്യത്തിൽ വായിക്കുന്ന പോലെ, മനസ്സ് തകർന്നവനും ഇനി വചനത്തിൽ വിറയ്ക്കുന്നവനും ആ മനുഷ്യനെ കടാക്ഷിക്കും. നമുക്കെപ്പോഴും ഒരു തകർന്ന മനസ്സുണ്ടായിരുന്നു. ഞാൻ ഓർക്കുന്നുണ്ട്, മലയാളം പ്രസംഗം ഞാൻ ഏറ്റുപറഞ്ഞ് അനേക ദൈവദാസന്മാരെ സഹായിച്ചിട്ടുണ്ട്. പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി ഞാൻ കരഞ്ഞിട്ടുണ്ട്. വചനം എടുത്തു പറഞ്ഞുകൊണ്ടിരിക്കുക, ആ വചനം ഹൃദയത്തെ തകർക്കുന്നു. പരിഭാഷപ്പെടുത്താനും ചെറിയ തോതിൽ വിശുദ്ധന്മാരെ സഹായിച്ചിട്ടുണ്ട്. പരിഭാഷപ്പെടുത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഹൃദയം തകർന്നു പോയിട്ടുണ്ട്. വാക്കുകൾ കുരുങ്ങി വരിയിൽ വരുന്നില്ല. കാരണം ആ വചനം കേട്ടപ്പോൾ ഈ അനുഭവം വേണമല്ലോ. ഒരിക്കൽ ഒരു പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് ഒരു വചനം ശുശ്രൂഷിച്ചു. ഞാൻ സഹായിക്കാനും കൂടെ നിന്നു. അത് കഴിഞ്ഞ് വചനപ്രകാരം സമർപ്പിക്കാം, അങ്ങനെയുള്ളവർക്ക് വലിയൊരു അഭിഷേകം വരുന്നു, ഒരു അഗ്നി സിയോൻ ഇറങ്ങുന്ന കാണുന്നുവെന്ന് നടത്തിപ്പുകാരൻ പറഞ്ഞു. നമുക്ക് എഴുന്നേറ്റ് നിൽക്കാം എന്ന് പറഞ്ഞു. എല്ലാവരും എഴുന്നേറ്റ് നിന്നു. തീ അഭിഷേകമാണ്. പക്ഷേ എനിക്ക് തീയുമില്ല, ഒന്നുമില്ല. എനിക്ക് തീയല്ല, വെള്ളമാണ് കണ്ണിക്കൂടെ. എൻ്റെ ഹൃദയം തകർന്നിട്ട്, കർത്താവേ, ഈ കേട്ട വചനപ്രകാരം ഞാൻ എന്നായിത്തീരും? വർഷങ്ങൾ ഇത്രയും കടന്നുപോയി, ഈ ഒരു നനവാർജന എന്ന് എത്തിച്ചേരും? അത് എൻ്റെ ജീവിതത്തിൽ എനിക്ക് മറക്കാനാവാത്ത നിമിഷം. ഹൃദയം തകർന്ന് സാധാരണ എടുത്തു മറിക്കുന്ന പോലെ എന്ന് പറയും. കണ്ണിൽ എനിക്ക് ആത്മാന്ന് പറയാൻ അന്യഭാഷ പറയാനൊന്നും പറ്റുന്നില്ല. ഞാൻ ഹൃദയം തകർന്ന് നിലവിളിക്കുകയാണ്. ദൈവമക്കളെ, അതാണ് ആദ്യ അനുഭവം. മാനസാന്തരം ഒരിക്കലും അനുഭവമല്ല, അത് തുറന്നുകൊണ്ടേയിരിക്കുകയാണ്. ഹൃദയം തകർന്ന അവസ്ഥ, കണ്ണുനീര്. അതുകൊണ്ടാണ് തീമോഥെയോസിന്റെ 2 തീമോഥെയോസ് 1-ാം അധ്യായം 3-ാം വാക്യത്തിൽ തീമോഥെയോസിനെ കുറിച്ച് പൗലോസ് പറയുകയാണ്, നിന്നെ ഞാൻ സ്മരിക്കുമ്പോൾ നിന്നെ കണ്ണുനീരും കൂടെ ഞാൻ ഓർക്കുന്നു. അവനെപ്പോഴും ഒരു കണ്ണുനീരുള്ള ഒരു ശുശ്രൂഷകനായിരുന്നു. സ്തോത്രം. നമ്മുടെ തുടക്കത്തിലുണ്ടായിരുന്ന നിരന്തരമായ സാന്ദ്രവും തകർന്ന ഹൃദയവും കണ്ണുനീരും ഓർത്ത് അവിടേക്ക് നമുക്കൊന്ന് മടങ്ങാം. അടുത്തത്, നമ്മുടെ തുടക്കത്തിൽ വിശുദ്ധി ചേരാത്ത ഒരു കാര്യത്തോട് ഒത്തുതീർപ്പിന് തയ്യാറല്ലായിരുന്നു. എന്ത് കാര്യം കേട്ടാലും കൊള്ളാം, നമുക്ക് ഇന്നടത്ത് എല്ലാവർക്കും കൂടെ കൂടി പോകാം, പോകാം. പക്ഷേ എന്നെ വിശുദ്ധിക്ക് ചേരാത്ത കാര്യത്തിന് സംഭാഷണത്തിലോ കൊടുക്കൽ വാങ്ങലിലോ ജീവിതത്തിലോ പെരുമാറ്റത്തിലോ സ്നേഹത്തിലോ ബന്ധത്തിലോ ഒക്കെ വിശുദ്ധിക്ക് ചേരാത്തൊരു കാര്യത്തോടും ഒരു ഒത്തുതീർപ്പുമില്ല.
എനിക്ക് ദൈവത്തിനൊരു വിശുദ്ധനായി ജീവിക്കണമെന്നുള്ള വെളിപ്പാടോടുകൂടെ ജീവിച്ചൊരു കാലഘട്ടം. ഇന്ന് എല്ലാം സാരമില്ല. ആരാ വാർത്തയൊക്കെ കണ്ടതിൻ്റെ പുറകെ, ഞാൻ വാർത്ത കാണാനാണ് ടി വി വെച്ചത്, പിന്നെ എൻ്റെ പുറകെ വന്ന ശകല ഇച്ചിരി നേരം നോക്കിയിരുന്നേ ഉള്ളൂ. മനഃപൂർവ്വമായി അതിനായിട്ട് വെച്ചൊന്നുമല്ല. അല്ലാതെ റേഡിയോയിൽ വാർത്ത കേട്ടെന്നേ ഉള്ളൂ, പിന്നെ അതിന് പുറകെ വന്നപ്പം ഏതോ ഒരു കഥ ശകല നേരം കേട്ടെന്നേ ഉള്ളൂ. എല്ലാം ഇങ്ങനെ തേച്ചും മായ്ച്ചും കളയുവാൻ. തുടക്കത്തിൽ അങ്ങനെയായിരുന്നു. ഇന്നാരെല്ലാവരും കൂടെ സംസാരിച്ചപ്പോൾ ഞാൻ അതിന് കൂടെ ഒന്ന് കൂടിയെന്നേ ഉള്ളൂ, അല്ലാതെ ഞാനായിട്ട് തുടക്കം കുറിച്ചില്ല. അതാണ്. മറ്റേ അങ്ങനെയല്ല. ഒരു വാക്ക് ഞാൻ എൻ്റെ ജീവിതത്തെ ഓർക്കുന്നുണ്ട്. എത്രയോ ഇടത്ത് ഞാൻ ഓടിയിട്ടുണ്ട്. 2-3 പേര് സംസാരിച്ച് വന്നപ്പോൾ അത് വിശുദ്ധിക്ക് ചേരാത്തതായിട്ട് മാറുന്നതുകൊണ്ട് ഞാൻ ഉടനെ ഇവിടെ സ്ഥലം വിട്ടിട്ടുണ്ട്. പിൽക്കാലത്ത് അങ്ങനെ അനുഭവം എനിക്ക് നഷ്ടപ്പെട്ടു പോയി ഞാനിപ്പോൾ സമ്മതിക്കുന്നു. നിങ്ങൾക്കോ? അതേ തിരുവെടുത്ത് പറയുന്നു, വിശുദ്ധിക്ക് ചേരാത്ത ഒരു കാര്യത്തിൽ ഒത്തുതീർപ്പില്ലാത്ത ജീവിച്ച ആ ജീവിതം. 2 Timotheus 2:21 ഇവയെ വിട്ടവന്ന് തന്നെത്താൻ വെടിപ്പാക്കുന്നവൻ വിശുദ്ധവും ഉടമസ്ഥനുപയോഗമായി നല്ലവരയ്ക്കൊക്കെ ഒരുങ്ങിയിരിക്കുന്ന മാനപാത്രമായിരിക്കും. നമ്മളെ തന്നെ വെടിപ്പാക്കി വിശുദ്ധിയിൽ ജീവിച്ചൊരു കാലം. ആത്മാവിൽ നടക്കുന്ന അനുഭവം അഥവാ ദൈവത്തോടുകൂടെ നടക്കുന്ന അനുഭവമായിരുന്നു തുടക്കത്തിലുണ്ടായിരുന്ന മറ്റൊന്ന്. ഗലാത്യർ 5:16 വാക്യത്തിൽ നാം ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക. വായിച്ചാട്ടെ. ആത്മാവിനെ അനുസരിച്ച് നടപ്പീൻ, എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കയില്ല എന്ന് ഞാൻ പറയുന്നു. ആത്മാവിനെ അനുസരിച്ച് നടക്കുവീൻ. ആത്മാവിനനുസരിച്ച് നടക്കുമായിരുന്നു. ഓരോ രംഗത്തും ആത്മാവ് നിരന്തരം നിയന്ത്രിക്കുക. എവിടെയും പോകുമ്പോൾ ആത്മാവ് പറയാണ് പോകണ്ട, പോകുന്നില്ല. ഒരു പുസ്തകം വായിക്കാൻ കയ്യിലെടുക്കണം, ആത്മാവ് പറയുന്നു വായിക്കണ്ട, വേണ്ട. ഒരു സംഭാഷണം തുറന്നുകൊണ്ടിരിക്കുക, ആത്മാവ് പറയുന്നു ഇത് തുടരണ്ട, അവിടെ നിർത്തി. എന്ത് വിശേഷിക്കപ്പെട്ട ഒരു അനുഭവം! ആത്മാവിനെ അനുസരിച്ച് നടന്നുകൊണ്ടേയിരുന്നു. എന്ത് വിശേഷ അനുഭവം! അതാണ് നമ്മൾ ഹാനോക്കിനെ കുറിച്ച് വായിക്കുന്നത്, നോഹയെക്കുറിച്ച് വായിക്കുന്നത്. ഉൽപ്പത്തി പുസ്തകം 5:22 മുതൽ 24 വരെ വായിക്കുമ്പോൾ ഹാനോക്ക് ദൈവത്തോടുകൂടെ നടന്നു, ദൈവൻ എടുത്തുകൊണ്ടതിനാൽ കാണാതെയായി. ഹാനോക്ക് തൻ്റെ ആദ്യം ബദുശരകരെ ജനിപ്പിക്കുകയും പിന്നെ പുത്രന്മാർ ജനിപ്പിക്കുകയും ദൈവത്തോടുകൂടെ നടക്കുകയും ചെയ്തു. ദൈവത്തോട് കൂടെ നടക്കുക ജീവിതത്തിൻ്റെ ആരംഭകാല അനുഭവം അതായിരുന്നു. ഇന്ന് ആത്മാവിൽ നടക്കാൻ കഴിയുന്നുവോ? ആത്മാവിനനുസരിക്കാൻ കഴിയുന്നുവോ? ദൈവത്തോട് കൂടെ നടക്കാൻ കഴിയുന്നുവോ? നമുക്ക് ആ അനുഭവത്തിലേക്ക് തിരിച്ചെത്തിച്ചേരാം. ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽപ്പെടുത്തേണ്ടത്, നമ്മുടെ ആദ്യകാല അനുഭവത്തിൽ ഏത് സമയവും കർത്താവിന്റെ വരവിനെ പ്രത്യാശിച്ചും പ്രതീക്ഷിച്ചും ജീവിച്ചും പോകുന്നു. ആ തുടക്കത്തിലുള്ള പ്രത്യാശയും പ്രതീക്ഷയും ഇന്ന് നിലവിലുണ്ടോ? ഞാൻ എത്രയോ തവണ കാലങ്ങളിൽ മുറ്റത്ത് പായ് വിരിച്ച് മലർന്നു കിടന്ന ആകാശത്തെ നക്ഷത്ര നീലാകാശത്ത് നോക്കി ഇപ്പോൾ കർത്താവ് അവയങ്ങൾ വെളിപ്പെട്ടാലോ എന്ന് ചിന്തിച്ചിട്ടുണ്ട്. എത്രയോ തവണ കിടക്കാൻ പോകുമ്പോൾ കർത്താവേ, ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ അങ്ങ് വന്നാൽ എന്നെ ചേർത്ത് കൊള്ളണമേ. അങ്ങനെ ആരംഭകാലങ്ങൾ നമ്മുടെ ഭാഷാശൈലി തന്നെ അങ്ങനെയായിരുന്നു. കർത്താവിനെ വരവെന്ന് ചേർത്ത എല്ലാം പറയുന്നത്. അടുത്തിപ്പാരെന്തോ പറയും, അടുത്ത ഡിസംബർ മാസം 12 മുതൽ നമ്മുടെ കർത്താവ് വരാൻ താമസിക്കുന്ന നമ്മുടെ കൺവെൻഷൻ നടത്താൻ തീരുമാനിച്ചിരിക്കുക. അതോടെ ചേർത്തേ പറയത്തുള്ളൂ. ഇന്നത് പറയാൻ നമ്മൾ അറിയാതെ വിട്ടുപോകും. ഇനി ചെറിയ പ്രായത്തിൽ കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ കാത്തിരിപ്പത്തിന് പോയി അന്ന് ആ ശുശ്രൂഷകൻ സ്ഥിരമായി പറയുന്ന വാചകം ഇന്നും എൻ്റെ മനസ്സിൽ എന്നും പറയും. കാത്തിരിപ്പ് തീരാകുമ്പോൾ സഹായത്തിന് വേണ്ടി പ്രാർത്ഥിപ്പിക്കും. അപ്പോൾ ഇങ്ങനെ പറയും, കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ നടക്കുന്ന സഹായകത്തെ അനുഗ്രഹിപ്പാൻ നമുക്ക് പ്രാർത്ഥിക്കാം. ആ വാചകം ചേർക്കാതെ പറയത്തില്ല. കർത്താവ് വരാൻ താമസിച്ചാൽ നാളത്തെ ആരാധന. അർത്ഥം ഇന്ന് ശനിയാഴ്ചയായി, മണി 8, 8:45, 9 നാളെ 9 മണിക്ക് സഭായം തുടങ്ങുമ്പോൾ ഇതിനിടയിൽ 12 മണിക്കൂറിനുള്ളിൽ കർത്താവ് വരാൻ സാധ്യതയുണ്ട്. വന്നില്ലെങ്കിൽ സഭായവും നടക്കാം.
ഇന്ന് നമ്മുടെ വായിൽ നിന്നെല്ലാം അത് പോയില്ലേ? മനസ്സിൽ നിന്ന് പോയതോടുകൂടെ നമ്മുടെ സംഭാഷണത്തിൽ നിന്ന് പോയി, സാക്ഷിയിൽ നിന്ന് പോയി, പ്രസംഗത്തിൽ നിന്ന് പോയി. അതെ, നമ്മുടെ ആദ്യകാല അനുഭവത്തിൽ കർത്താവിന്റെ വരവിനെ നാം എപ്പോഴും പ്രത്യാശിച്ചുകൊണ്ടിരുന്നു, കർത്താവിന്റെ വരവിനെ നാം എപ്പോഴും പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നു. അത് നമുക്ക് നഷ്ടപ്പെട്ടു പോയി. അതാണ് 1 തിമോഥെയോസ് 4:8 വാക്യത്തിൽ പൗലോസ് പറയുന്നത്. അന്ന് വായിച്ചാട്ടെ. ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു, ഇനി നീതിയുടെ കിരീടം എനിക്കായി വെച്ചിരിക്കുന്നു. അത് നീതിയുള്ള ന്യായാധിപതിയായ കർത്താവ് ആ ദിവസത്തിൽ എനിക്ക് നൽകും. എനിക്ക് മാത്രമല്ല, അവന്റെ പ്രത്യക്ഷതയിൽ പ്രിയം വെച്ച ഏവർക്കും കൂടെ. തന്റെ ഓട്ടവും തന്റെ ജീവിതവും തന്റെ പ്രത്യാശയെല്ലാം പറഞ്ഞ് ഒടുവിൽ പറയുകയാണ്, അവന്റെ പ്രത്യക്ഷത്തിലും പ്രിയം വെച്ച് എല്ലാവർക്കും ഒന്ന് കൊടുക്കും. എല്ലായ്പ്പോഴും അത് ഒരു സാധാരണ പ്രയോഗമായിരുന്നു. നിങ്ങൾ കേട്ടിട്ടുള്ളതുപോലെ മാറാനാഥ അതവരുടെ സ്ഥിരമായ വാക്കുകളായിരുന്നു. യഹൂദന്മാരൊക്കെ അവരുടെ ആലയം നഷ്ടപ്പെട്ടു പോയി. അതിനും അവര് ഓരോ വർഷവും എത്രയും പെട്ടെന്ന് നമുക്ക് യെരൂശലേം തിരികെ കിട്ടുകയും അവിടെ നമ്മുടെ രാഷ്ട്രം സ്ഥാപിക്കുക ഒന്നിച്ചുകൂടിയും ചെയ്യണമെന്ന് പ്രതീക്ഷിച്ചു. അവരെവിടെങ്കിലും ഒരു വിഭാഗത്തിലോ മറ്റോ അവര് കൂടി വന്നാൽ പിരിയുമ്പോൾ അവര് ലശന അബ്ബ ജെറുസലായി എന്ന് പറഞ്ഞാണ് പിരിയുന്നത്. അതിനർത്ഥം അടുത്ത വർഷം യെരൂശലേമിൽ വെച്ച് നമുക്ക് കാണാം. എന്തൊരു പ്രത്യാശ! നമുക്ക് അങ്ങനെ ഒരു പ്രത്യാശയിലേക്ക് മടങ്ങി വരാം. നമ്മുടെ കണ്ണുകളടച്ച്, ഞാൻ കള്ളനെ പോലെ വരും, നീ ഉണരാതിരുന്നാൽ ഞാൻ കള്ളനെ പോലെ വരും. ഉണരാത്തവർക്ക് കള്ളനെ പോലെ വരുന്ന കർത്താവിന് നമുക്ക് വേണ്ട. ഉണർന്നിരുന്ന് അവൻ എതിരേൽക്കുമ്പോൾ മണവാളനായി കണ്ടെത്താൻ കഴിയുന്ന യേശുവിനെ മതി. നമുക്കാർക്കും യേശുവിനെ കള്ളനെ പോലെ വരുന്നതായി തീരാതിരിക്കട്ടെ. ഉണർന്നിരുന്ന ആത്മമണവാളനായി സ്വയം വരിക്കുന്ന ആ അനുഭവം നമുക്ക് ലഭ്യമാകട്ടെ. ചാവാറായ ശേഷിപ്പുകളെ ശക്തീകരിക്കുക. ജീവനുള്ള നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവരാകുന്നു. ആകയാൽ നീ ഉണർന്നുകൊള്ളുക. നമ്മുടെ ജീവിതത്തിൻ്റെ ഇരങ്ങങ്ങളിലൊക്കെയും നാം ഇങ്ങനെ ബോധക്ഷയം സംഭവിച്ച അറിഞ്ഞുകൂടാത്ത അവസ്ഥയിൽ എത്ര കേട്ടാലും ഇടപെട്ടാലും പ്രതികരണമില്ലാത്ത നിലയിൽ കഴിയുന്നത് വിട്ട് നമുക്ക് ഉണരാം. നീ പ്രാപിക്കുകയും കേൾക്കുകയും ചെയ്ത് നോർത്ത് മാനസാന്തരപ്പെടുകയും ആദ്യത്തെ പ്രവൃത്തി ചെയ്യുകയും ചെയ്യുക. അതേ, നമുക്ക് അനുഭവങ്ങളിലേക്ക് മടങ്ങി വരാം. തുടക്കത്തിലെ പോലെ സത്യത്തിന് നീതിക്ക് വേണ്ടി നിൽക്കാം. ഭൂരിപക്ഷം നോക്കണ്ട, ന്യൂനപക്ഷമാണെങ്കിലും സത്യത്തിന് വേണ്ടി നിൽക്കാം. കർത്താവിന് പരസ്യമായി നമുക്ക് ഏറ്റു പറയാം. അവന് മേൽ ലജ്ജിക്കാത്ത സാക്ഷിയായി തീരാം. കേൾക്കുന്ന വചനപ്രകാരം കേട്ട് വിടുകയല്ല, അതിന് പ്രകാരം ജീവിക്കാൻ വേണ്ടി ആഗ്രഹവും ഒരു സമർപ്പണവും നമുക്കുണ്ടാകട്ടെ. ഞാൻ പണ്ട് ഇത്ര വർഷം ഇത്രാം തീയതി മാനസാന്തരപ്പെട്ടിരുന്നു എന്ന് പറയുന്നത് വിട്ടിട്ട് സാക്ഷി പറയുമ്പോൾ, പ്രിയമുള്ളവരെ, കഴിഞ്ഞ ആഴ്ചയിൽ എനിക്ക് മാനസാന്തരമുണ്ടായി. ഇന്ന് ആരാധനയിൽ വന്ന് ആ പാട്ട് പാടുന്ന കേട്ടപ്പോൾ വചനം എന്നെ സ്പർശിച്ചു, ഞാൻ മാനസാന്തരപ്പെട്ടു എന്ന് പറയത്തക്കവണ്ണം മാനസാന്തരം ഒരു നിരന്തര അനുഭവമായി തീരട്ടെ. തകർന്ന മനസ്സ്, ആ കണ്ണുനീര്, ആരംഭ്യാനുഭവം, അതിലേക്ക് നമുക്ക് മടങ്ങിപ്പോകാം. വിശുദ്ധിക്ക് ചേരാത്ത ഒരു കാര്യത്തോടും ഒരു ഒത്തുതീർപ്പില്ലായി നമുക്ക് ഒരു ദൃഢപ്രതിജ്ഞ ചെയ്യാം. ആത്മാവിൽ നടക്കുവാനും ദൈവത്തോടുകൂടെ നടക്കുവാനും നമുക്ക് അഭ്യസിക്കാം. നമുക്ക് അങ്ങനെ ജീവിക്കാം. ഈ ദിവസങ്ങളിലായി നാം ചിന്തിക്കുന്നത് പോലെ നാം ചിന്തിക്കുന്ന വളരെ വേഗത്തിൽ നമ്മുടെ കർത്താവ് തിരുസഭയ്ക്കായി വെളിപ്പെടും. സംഭവങ്ങൾ ഓരോന്നും അതിന് വിരൽ ചൂണ്ടിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ ഹൃദയത്തിന്റെ ആടുതിലെപ്പോഴും ഓരോ നടപ്പിലും ഓരോ ചിന്തയിലും കർത്താവ് വരാറായി, യേശു വരാറായി. ആമേൻ. എന്തെങ്കിലും ചെയ്യാൻ പോകുമ്പോൾ യേശു വരാറായിരിക്കുകയാണ്. അതിന് തടസ്സമായിട്ടാണെങ്കിൽ ഇത് വേണ്ട. ഒരു യാത്ര പോകുമ്പോൾ, ഒരു പ്രവൃത്തി എടുക്കുമ്പോൾ, സംഭാഷണം ഏർപ്പെടുമ്പോൾ, ഒരു ബന്ധം തെരഞ്ഞെടുക്കുമ്പോൾ, അങ്ങനെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ കർത്താവ് ഏത് നിമിഷവും വരാം.
വരവ് എടുക്കപ്പെടുന്നതിന് തടസ്സമാണെങ്കിൽ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞ വരവ് 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 അത് നമ്മുടെ മനസ്സിനെ എപ്പോഴും ഭരിക്കട്ടെ. സാക്ഷ്യത്തിലും പ്രസംഗത്തിലും സംഭാഷണത്തിലും ഒക്കെ കർത്താവിന്റെ വരവിന്റെ പ്രത്യാശയും പ്രതീക്ഷയും നിഴലിച്ച് നിൽക്കുവാൻ ഇടയായി തീരട്ടെ. നമ്മുടെ യേശു വരാറായി. നീ ഉണരാതിരുന്നാൽ കളരെ പോലെ വരുമെന്ന താക്കീത് നമ്മുടെ ചെവിയിൽ മുഴങ്ങട്ടെ. ഇല്ല കർത്താവേ, ഞാൻ ഉണരുന്നു എന്ന് നമുക്ക് പറയാം. ഞാൻ ഉണർന്ന് നിനക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് പറയാം. കർത്താവായ യേശുവേ, വേഗം വരണമേ എന്ന് പറഞ്ഞുകൊണ്ട് അവനവരെ ഉണർന്ന് കാത്തിരിക്കുന്നവർ ഗണത്തിലായിരുന്നാൽ അവർ നമുക്ക് കള്ളനായിരിക്കില്ല, മണവാളനായിരിക്കും, നമ്മന് മണവാട്ടിയായിരിക്കും. അതിനുവേണ്ടി നമ്മളത്ര സമർപ്പിക്കാം. സിയോനെ നീ ഉണർന്നെഴുന്നേൽക്കുക, സഭയെ നീൻ ദീപങ്ങളെന്നും സൂര്യപ്രഭ
നമ്മുടെ ആയിരിക്കുന്നതോടെ യേശു വന്നാൽ ലോകത്തിന്റെ സമാധാനത്തോടെ എഴുന്നള്ളി വരുമ്പോ മഹിമയും എഴുന്നള്ളി വരുമ്പോ പണവാളനോ ഋണമാരൊരുവരാകും പണവാളനോ ഋണമാരൊരുവരാകും സമയങ്ങളിൽ ദീപങ്ങളെന്നും സൂര്യപ്രഭാവം വിളങ്ങിടട്ടെ തിരുസഭയിൽ ദീപങ്ങളെന്നും സൂര്യപ്രഭാവം വിളങ്ങിടട്ടെ സൂര്യപ്രഭാവം വിളങ്ങിടട്ടെ തിരുസഭയിൽ ദീപങ്ങളെന്നും 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 സൂര്യപ്രഭാവം വിളങ്ങിടട്ടെ തിരുസഭയിൽ ദീപങ്ങളെന്നും